La 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 la. Hey 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 hey. എനിക്ക് പാടാനൊരു പാട്ടിലുണ്ടൊരു പെണ്ണ്, എനിക്ക് കൂട്ടായൊരു കൂട്ടിനുണ്ടൊരു പെണ്ണ്, കിളിപ്പെണ്ണ്. എനിക്ക് പാടാനൊരു പാട്ടിലുണ്ടൊരു പെണ്ണ്, എനിക്ക് കൂട്ടായൊരു കൂട്ടിനുണ്ടൊരു പെണ്ണ്, കുളിരാമ്പല തളിർ കൂമ്പി നിൽക്കണ കണ്ണ്, അവളമ്പിളിയുടെ കുമ്പിളിലൊരു പൊന്ന്, ചിരി കണ്ടാൽ ചൊക ചോക്കും ഒരു ചുന്ദരി പെണ്ണ്. എനിക്ക് പാടാനൊരു പാട്ടിലുണ്ടൊരു പെണ്ണ്, കിളിപ്പെണ്ണ്. പവിഴമല്ലി മുല്ലയോ പാൽനിലാവിനല്ലിയോ, മിഴികളാൽ മെനഞ്ഞെടുത്ത മഞ്ഞുമൈനയോ, മഴ നനഞ്ഞ വർണ്ണമോ മാറ്ററിഞ്ഞ സ്വർണ്ണമോ, മകരമഞ്ഞിലൂഞ്ഞലാടുമാതിരേവരും. എനിക്കിനിയൊരു മണിക്കുറുമ്പിന്റെ ചിറകടിയുടെ ചിരിക്കാലം. എനിക്ക് മാത്രമുണ്ടൊരു പെണ്ണ്, എനിക്ക് പാടാനൊരു പാട്ടിലുണ്ടൊരു പെണ്ണ്, കിളിപ്പെണ്ണ്. അകിൽ പുകഞ്ഞ സന്ധ്യയോ അഴകിൽ മേഞ്ഞ രാത്രിയോ, മറയുവാൻ മറന്നു പോയ പാർവണേന്ദുവോ, വെറുതെയുള്ള സ്വപ്നമോ വേനലിന്റെ രശ്മിയോ, ഇതൾ വിതിർന്ന പാരിജാത രാജമല്ലിയോ, എനിക്കവളുടെ മൊഴിക്കുടമണി തുടി തുടിക്കണ വെയിൽ കാലം. എനിക്ക് മാത്രമുണ്ടൊരു പെണ്ണ്, എനിക്ക് പാടാനൊരു പാട്ടിലുണ്ടൊരു പെണ്ണ്, എനിക്ക് കൂട്ടായൊരു കൂട്ടിനുണ്ടൊരു പെണ്ണ്, കുളിരാമ്പല തളിർ കൂമ്പി നിൽക്കണ കണ്ണ്, അവളമ്പിളിയുടെ കുമ്പിളിലൊരു പൊന്ന്, ചിരി കണ്ടാൽ ചൊക ചോക്കും ഒരു ചുന്ദരി പെണ്ണ്. എനിക്ക് പാടാനൊരു പാട്ടിലുണ്ടൊരു പെണ്ണ്.
അന്തിവയിൽ നാളം നിന്റെ ചിരി പോലെ മിന്നി വഴി നീളേ പിന്നിലണയവയുടെ മൃദു പദചലനവും ഒരു ശ്രുതി അത് നിറയുകയോ അന്തിവയിൽ നാളം നിന്റെ ചിരി പോലെ മിന്നി വഴി നീളേ പുതുക്കപ്പെണ്ണിൻ കവിളിലെന്തൊരു
എന്റെ ചിത്തിരത്താമരത്തുമ്പി നിന്റെ കുട്ടിക്കുറുമ്പെനിക്കിഷ്ടം ഇലക്കൂട്ടിലേ കളിക്കൊഞ്ചലേ എന്റെ ചിത്തിരത്താമരത്തുമ്പി നിന്റെ കുട്ടിക്കുറുമ്പെനിക്കിഷ്ടം ഇലക്കൂട്ടിലേ കളിക്കൊഞ്ചലേ നിന്നെ പൊട്ടുകുത്തിക്കാൻ മൈന കണ്ണുവാലിട്ടെഴുതാൻ തത്ത വിരുന്നേകുവാൻ പിറന്നാൾ കിളി എന്റെ ചിത്തിരത്താമരത്തുമ്പി ഞാവൽ മരക്കാട്ടിനുള്ളിൽ ആലിപ്പഴം തേടി വരാം ഞാലിപ്പൂവൻ വാഴത്തോപ്പിൽ ഊഞ്ഞാലാടിപ്പാടാം നീലവനച്ചോലയിലെ തെന്നില പൂന്തിരയിൽ കൈക്കൂടന്ന പൊന്നെടുക്കാൻ കൈതുഴഞ്ഞു പോകാം നിഴലായി നിലാവിലൂടെ നിറസ്നേഹരാവിലൂടെ നിന്റെ പുഞ്ചിരിയിൽ ആയിരം പൂവിരിയും എന്റെ ചിത്തിരത്താമരത്തുമ്പി നിന്റെ കുട്ടിക്കുറുമ്പെനിക്കിഷ്ടം ഇലക്കൂട്ടിലേ കളിക്കൊഞ്ചലേ എന്റെ ചിത്തിരത്താമരത്തുമ്പി ആ തെന്നലൊന്ന് മുത്തമിട്ടാൽ കാട്ടുമുളം പാട്ടലിയും സ്നേഹമഴവില്ല് കണ്ടാൽ പിടമയിലാടും മാരിമുകിൽ കെട്ടുലഞ്ഞാൽ മോഹമഴ പൂത്തുലയും പാലവനത്തൂവയിലോ മേലേവാനിൽ മായും പാടാൻ മറന്ന രാഗം ഇനി നമ്മൾ ചേർന്നു പാടും അത് ചെമ്പനി നീർ പൂവുകളായി പൊഴിയും എന്റെ ചിത്തിരത്താമരത്തുമ്പി നിന്റെ കുട്ടിക്കുറുമ്പെനിക്കിഷ്ടം ഇലക്കൂട്ടിലേ കളിക്കൊഞ്ചലേ നിന്നെ പൊട്ടുകുത്തിക്കാൻ മൈന കണ്ണുവാലിട്ടെഴുതാൻ തത്ത വിരുന്നേകുവാൻ പിറന്നാൾ കിളി എന്റെ ചിത്തിരത്താമരത്തുമ്പി എല്ലാം അനുവാദത്തോടുകൂടി നമുക്ക് ഈ പ്രസ് കോൺഫറൻസിൽ ന്യൂയോർക്ക് ഏരിയയിലുള്ള മാധ്യമ പ്രവർത്തകർ എല്ലാവരും വന്നിട്ടുണ്ട്. ഇവിടെ പ്രസ് കോൺഫറൻസ് നടത്തുന്ന തോമസ് ഇല്ലിക്കൽ ഇതിനാണ് ഇത് കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ തിരിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത്, മാധ്യമ പ്രവർത്തകർ പല ചോദ്യങ്ങൾ ചോദിക്കും. അത് ഒരിക്കലും പേഴ്സണലായിട്ട് എടുക്കരുത്. അത് ആദ്യം തന്നെ മനസ്സിലാക്കാൻ എല്ലാം ഒരു ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ വെൽ പ്രിപ്പയർഡായിട്ട് പറയുക, അത് പബ്ലിക് അറിയുന്നതായിരിക്കും. അതുകൊണ്ട് ഞങ്ങളോട് സഹകരിക്കുക, ഞങ്ങൾ വളരെയധികം നിങ്ങളോട് സഹകരിക്കുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഒരു മാധ്യമവും ഒരു പക്ഷത്തോടോ ഓവയോടോ പൊക്കാനോ യാതൊരു ആഭിമുഖ്യമില്ല. എല്ലാവരും നിങ്ങൾക്ക് തുല്യരാണ്. അപ്പോൾ നിങ്ങളെ കാണുന്നത് തന്നെ പൊക്കാനെ കാണുന്നത് തന്നെ ഹോമായിട്ടാണ്, തോമസ് ടീമിനെ കാണുന്നതെന്ന് ബാക്കിയുള്ളവരൊക്കെയാണ്. അപ്പോൾ ഞങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങളത് പൂർണ്ണമായിട്ട് നിഷ്പക്ഷമായിട്ട് തന്നെ നിർവഹിക്കുന്നതാണ്.
സുനിൽ മലയാളം IPT, ജയ മാർട്ടിൻസ് ജർമ്മനി, പ്രിൻസ് അക്ഷരം മാസിക, ഒത്തിരി മാധ്യമങ്ങൾ വന്നതിന് പേരൊക്കെ മറന്നു. ജോർജ് ജോസ് പോകുന്നത്. ഓക്കെ, ഷാജി സോജി ക്യാമറ, സോജി മലയാളം ഷാജി കഴിവുകൾ. പിന്നെ ആരെങ്കിലും എൻ്റെ പേര് തോമസ് ടി ഉമ്മൻ. ഞാൻ ലോങ് ഐലൻഡ് മലയാളി കൾച്ചറൽ അസോസിയേഷൻ്റെ ആദ്യത്തെ സാരഥ്യം വഹിച്ച് പ്രസിഡൻ്റായിട്ട് 2 വർഷം സേവനമനുഷ്ഠിച്ചു. തുടർന്ന് ഫോമ പ്രസ്ഥാനങ്ങളിൽ സജീവമായിട്ട് പ്രവർത്തിച്ചു. ഇപ്പോൾ ഫെഡറേഷൻ ഓഫ് മലയാളി അസോസിയേഷൻ അമേരിക്കാസ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഞാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാം സഹകരണവും പിന്തുണയും പ്രോത്സാഹനവും എനിക്ക് ലഭിക്കുമെന്ന് പരിപൂർണ്ണ വിശ്വാസമുണ്ട്. കൂടുതൽ വിവരങ്ങൾ പിന്നീട് പറയാം. എൻ്റെ പേര് സജി എബ്രഹാം. ഫോമയുടെ രൂപീകരണ നാൾ മുതൽ ഇതുവരെ അതിൻ്റെ എളിയ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുവഹിക്കുന്നു. മലയാളി സമാജം ഓഫ് ന്യൂയോർക്കിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻ്റാണ്. ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഫോമയുടെ അഡ്വൈസറി ബോർഡിൻ്റെ ചെയർമാനായിട്ട് ഞാൻ മത്സരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരുടെയും സഹകരണം ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ പേര് തോമസ് മാത്യു. യോഗേഷ് മലയാളി അസോസിയേഷൻ്റെ ഒരു പ്രതിനിധിയാണ് ഞാൻ. ഞങ്ങളുടെ സംഘടനയുടെ പൂർണ്ണ എംപയറിംഗിൽ പൂർണ്ണ സപ്പോർട്ടോടെയാണ് ഞാൻ ഈ നാഷണൽ കമ്മിറ്റി മെമ്പർ സ്ഥാനത്തേക്ക് മത്സരിക്കുവാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണ സഹകരണം പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. എൻ്റെ പേര് വിൻസെൻ്റ് പാലത്തിങ്കൽ. ഞാൻ വാഷിംഗ്ടൺ DC അടുത്ത് വിർജീനിയയിൽ താമസിക്കുന്നു. കേരള അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ വാഷിംഗ്ടണിനെ റെപ്രസെൻ്റ് ചെയ്താണ് ഞാൻ ഫോമയിൽ മെമ്പറായിരിക്കുന്നത്. കേരള അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ വാഷിംഗ്ടണിൻ്റെ 96 സെക്രട്ടറി ആയിരുന്നു. 2008 പ്രസിഡൻ്റായിരുന്നു. 97 തുടങ്ങി ഇന്ന് വരെ കേരള അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ വാഷിംഗ്ടണിൻ്റെ വെബ്സൈറ്റ് മാനേജ് ചെയ്യുന്ന വെബ് അഡ്മിനിസ്ട്രേറ്ററാണ്. വാഷിംഗ്ടണിൽ വളരെ പ്രശസ്തമായ കേരളമേള സംഘടിപ്പിക്കുന്നതിൽ പ്രധാനമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന മറ്റു പല കാര്യങ്ങളും ചാരിറ്റി പരമായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും അവതരിപ്പിക്കുന്നതിന് നിങ്ങളോട് സമയക്കുറവാണ് നമുക്ക് പല സ്ഥലത്തും നേരിടുന്ന പ്രശ്നം. അപ്പോൾ അത് കാരണം ഞാനൊരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഫോമയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. സോ ഇഫ് യു ഗോ ടു palathingal.com www.palathingal.com എന്നെ പറ്റിയുള്ള കുറച്ചും കൂടി കൂടുതൽ വിവരങ്ങൾ ഞാൻ ചെയ്യുന്ന ആക്ടിവിറ്റീസ് അറിയാൻ സാധിക്കും. ഇത്രയാണ് ഇപ്പോൾ പറയാനുള്ളത്. താങ്ക് യു. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ജെയിംസ് ഇല്ലിക്കൽ. ഞാൻ മലയാളി അസോസിയേഷൻ ഓഫ് സെൻട്രൽ ഫ്ലോറിഡയിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. മലയാളി അസോസിയേഷൻ ഓഫ് സെൻട്രൽ ഫ്ലോറിഡയുടെ 2 ടൈം പ്രസിഡൻ്റായിരുന്നു. അതുപോലെ തന്നെ ട്രസ്റ്റി ബോർഡ് ചെയർമാനായിരുന്നു. 2014-2016 ഫോമയുടെ പ്രസിഡൻ്റായിട്ട് നിൽക്കുവാൻ താല്പര്യപ്പെടുകയും ഫോമയെ 2 വർഷത്തിന് സേവിക്കുവാനും സ്നേഹിക്കാനും വേണ്ടി മുമ്പോട്ട് തയ്യാറായി സന്നദ്ധമായി വന്നിരിക്കുകയാണ്. ഞാൻ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഇങ്ങനൊരു മീറ്റിംഗ്സ് കൊണ്ടുവരികയും അതിനുവേണ്ടി ഞങ്ങളുടെ ആശയങ്ങൾ പബ്ലിക്കിനെ അറിയിക്കാൻ വേണ്ടി സന്നദ്ധരായി മുമ്പോട്ട് വരികയും ചെയ്ത പ്രസ് ക്ലബിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു. എൻ്റെ പേര് സജി കരുതലും. ഞാൻ ഫോമയോടൊപ്പം സഹകരിച്ച് പ്രവർത്തിച്ച ഒരു വ്യക്തി എന്നതിൽ അഭിമാനിക്കുന്നു.
മൂല്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ ഫോമ വളരെയധികം മുൻപോട്ട് കുതിക്കുന്ന ഈ അവസരത്തിൽ അതിനോടൊപ്പം ഒരു സ്വകാര്യമായിട്ട് കഴിഞ്ഞ വരുന്ന 2 വർഷത്തേക്ക് ട്രഷറർ സ്ഥാനത്തേക്ക് ഞങ്ങളുടെ അസോസിയേഷനെ നാം നിർദ്ദേശം ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും വലിയേറിയ സഹകരണം പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്ക് ഈ അവസരം ലഭിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ പരമാവധി കഴിവുകൾ ഇതിനു വേണ്ടി വിനിയോഗിക്കും. വരുന്ന 2 വർഷം കണക്കുകളൊക്കെ കൃത്യതയിൽ ആർക്കും എപ്പോഴും എവിടെയും ചെക്ക് ചെയ്യാവുന്ന സപ്പോർട്ടിംഗ് എവിഡൻസ് വരെയുള്ള എല്ലാ രീതിയിലുള്ള എല്ലാ കണക്കുകളും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള സംവിധാനം ഉണ്ടാകും. എല്ലാ ഫാമിലിക്കും കൺവെൻഷന് എത്തിച്ചേരുവാനും അവരെ അഫോർഡബിളായ ഒരു പാക്കേജ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ക്യാമ്പാവാണ്ടതിനാണ് ഞങ്ങൾ ഇത് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. എൻ്റെ പേര് വിൻസെൻ്റ് ബോസ് മാത്യു. ഞാൻ നോർത്തേൺ കാലിഫോർണിയയിലെ മലയാളി അസോസിയേഷനിൽ നിന്നാണ്. മൗണ്ട് എന്ന ചുരുക്കനാമത്തെ അറിയപ്പെടുന്ന മലയാളി അസോസിയേഷൻ ഓഫ് നോർത്തേൺ കാലിഫോർണിയയിൽ നിന്നാണ്. സാൻ ഫ്രാൻസിസ്കോയിലാണ് ഞാൻ. 2000 മങ്കയുടെ ട്രഷറായി, 2002 മങ്കയുടെ വൈസ് പ്രസിഡൻ്റായി ഞാൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതിനുശേഷം 2004 ബൊക്കാനിയിൽ നാഷണൽ കമ്മിറ്റിയിലേക്ക് ഇലക്ഷൻ ചെയ്യുകയും അന്നത്തെ കാലത്ത് വെസ്റ്റ് കോസ്റ്റിൽ നിന്ന് ആരും ഒരു റെപ്രസെൻറ്റേഷൻ ഇല്ലാത്ത കാലഘട്ടത്തായിരുന്നു ഞാൻ വന്നത്. ഇന്ന് ഇവിടെ ഉണ്ടായിരുന്ന പലരുടെയും എല്ലാവരുടെയും സഹായത്താൽ എന്നെ എലക്ട് ചെയ്യപ്പെടാനും എനിക്ക് നല്ലൊരു കമ്മ്യൂണിറ്റിയിലേക്ക് സർവീസ് ചെയ്യാൻ സാധിക്കുകയും വളരെ അഭിമാനമുണ്ട്. അതിനുശേഷം 2006 ഫോമിയുടെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റായി സെലക്ട് ചെയ്യപ്പെടുകയും ആ സമയത്ത് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇലക്ഷൻ അസ്വാഭാവികമാവുകയും തുടർന്നുള്ള നടപടികളിലേക്ക് അനിയോജനയെ ശേഷിച്ചിരുന്ന കാലഘട്ടത്തിൽ വളരെ പ്രശ്നം അനുഭവപ്പെടുകയും ചെയ്യുകയുണ്ടായി. ആ കാലഘട്ടത്തിൽ വെസ്റ്റ് കോസ്റ്റ് ഫെസ്റ്റിവലിന് പോലും അനേകം വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകളെ ഇവിടെ കൊണ്ടുവന്നു ഫെസ്റ്റിവലിൽ ഫസ്റ്റ് പ്രൈസ് മേടിച്ച് കൊണ്ടുവരാൻ സാധിച്ചു എന്നത് വളരെ സന്തോഷത്തോടെ ഞാൻ പറയുകയാണ്. അതുകൂടാതെ ഫോമയുടെ ജുഡീഷ്യൽ വൈസ് ചെയർമാനായി ഒരു 4 വർഷം മുമ്പ് ഞാൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഏതാണ്ട് 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാൻ അമേരിക്കയിൽ കുടിയേറി പറഞ്ഞ ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരനാണ്. നിങ്ങളിൽ ഒരാൾ മാത്രമാണ് ഞാൻ. എനിക്ക് പ്രത്യേകതയായിട്ട് വേറെ ഒന്നുമില്ല. എൻ്റെ ഇതുവരെയുള്ള അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന സ്നേഹം മാത്രമാണ്. ഞാൻ നിങ്ങളിൽ ഒരാൾ മാത്രം. പിന്നെ ഒരു കാര്യം കൂടി പ്രത്യേകം പറയാം, എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളെ പറയാറുള്ളൂ. പറയുന്ന കാര്യങ്ങൾ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. ഇതുവരെയുള്ള ഫോമയുടെ ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എൻ്റെ അറ്റൻഡൻസ് 100% ആണ്. കൂടാതെ വെബ്സൈറ്റ് എൻ്റെ പേരിലില്ല, പക്ഷേ നമുക്ക് നോക്കാവുന്ന വെബ്സൈറ്റ് ഉണ്ട്, ഫോമ.com. You will see me there. Whenever I was there, it is there. Unfortunately, I am there. Thank you. That's all I have to say. ഫോമ ഇന്ന് നോർത്ത് അമേരിക്കയിലെ മഹത്തായ മലയാളി പ്രസ്ഥാനമായിട്ട് വളർന്നു വരുന്നു. ചുരുങ്ങിയ വർഷക്കാലം കൊണ്ട് മലയാളികളുടെ ഹൃദയത്തിൽ ഫോമയ്ക്ക് ഇടം ലഭിച്ചു എന്നുള്ളത് ഒരു സത്യമാണ്. അതിൻ്റെ വളർച്ച അസൂയാവഹമാണ്. ചുരുങ്ങിയ വർഷക്കാലം കൊണ്ട് ആയിരങ്ങളെ ഒരുമിച്ച് പങ്കെടുപ്പിക്കുന്ന വൻ സെമിനാറുകൾ, സമ്മേളനങ്ങൾ ഒക്കെ നടത്തുവാൻ ഫോമയ്ക്ക് സാധിച്ചു. പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ പറയുന്ന പോലെ ദ ബെറ്റർ ഇസ് എറ്റ് ടു കം. ഫോമയെ സംബന്ധിച്ചിടത്തോളം, മഹത്തായ ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ശോഭനമായ, സുശോഭനമായ, സുശക്തമായ ഒരു പ്രസ്ഥാനമായിട്ട് ഇതിനെ മാറ്റിയെടുക്കുവാൻ സാധിക്കും എന്ന് എനിക്ക് പരിപൂർണ വിശ്വാസമുണ്ട്.
കഴിഞ്ഞ ചെറിയ കാലയളവിനുള്ളിൽ ഈ ഫോമ എന്ന മഹത്തായ പ്രസ്ഥാനം നേടിയെടുത്ത പല നേട്ടങ്ങളും ഇന്ന് മറ്റു പ്രസ്ഥാനങ്ങൾക്ക് മാർഗദർശകമാണ് എന്ന് പറയുന്നതിന് യാതൊരു സംശയവുമില്ല. പ്രധാനമായിട്ട് കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, OCA കാർഡ്, പാസ്പോർട്ട് സറണ്ടർ ഇഷ്യൂസ്, ഇതേ സംബന്ധിച്ചിടത്തോളം നടത്തിയ വൻ പ്രതിഷേധ പ്രകടനങ്ങളും റാലികളുമൊക്കെ ഫലം കണ്ടെത്തി എന്നുള്ളത് നിങ്ങൾക്കും എനിക്കും അറിയാം. അതിന് ഫോമയെ ആത്മാർത്ഥമായിട്ട് സഹായിക്കുകയും പിന്തുണയും ചെയ്യുകയും ചെയ്ത ഇവിടുത്തെ മലയാളി സമൂഹത്തോട് നന്ദിയും, അതുപോലെ ഇവിടുത്തെ മലയാളി മീഡിയ പ്രവർത്തകരോട്, മീഡിയ നേതൃത്വത്തോട് അഗൈതമായ നന്ദിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മീഡിയ എന്നും ഫോമയോടൊപ്പമുണ്ട്. ഫോമയുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പോകുന്ന അവസരത്തിൽ അതിനെ നയിക്കുന്നവരെ പിന്തുണയ്ക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും ഇവിടുത്തെ മാധ്യമങ്ങൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട്. ഇനിയും ഫോമയുടെ ഭാവി എന്താണ്? ഇത്രയും ചുരുങ്ങിയ കാലത്ത് നേടിയെടുത്ത നേട്ടങ്ങളെ കവച്ചു വയ്ക്കുന്ന വൻ പ്രോജക്റ്റുകളുമായിട്ടാണ് ഒരു പുതിയ ടീം ഈ വർഷം ഫോമ കൺവെൻഷനിലേക്ക് എത്തുന്നത്. എന്നോടൊപ്പം സമാന ചിന്താഗതി വെച്ച് പുലർത്തുന്ന ജെയിംസ് ഇല്ലിക്കൽ, സജി കരിമ്പന്നൂര്, ഞങ്ങൾ ഇതിനു വേണ്ടി തയ്യാറെടുപ്പുകളോടുകൂടി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, ദിശാബോധമുണ്ട്, ദൃഢനിശ്ചയമുണ്ട്. ഞങ്ങളെടുത്ത തീരുമാനങ്ങൾ, ഞങ്ങളുടെ സ്വപ്നം കാണുന്ന വിഭാവന ചെയ്യുന്ന ഞങ്ങളുടെ വിഷൻസ് പ്രാവർത്തികമാക്കുവാൻ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ഏതാണ്ട് ഫുൾ ടൈം പ്രവർത്തനം തന്നെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും, കാഴ്ചവെക്കും, വാക്കു തരികയാണ്. കൂടുതൽ ഞാൻ പ്രവൃത്തികൾ കൊണ്ട്, ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാനാണ്, സംസാരത്തെക്കാളും കർമ്മപാതയിലൂടെ മുന്നോട്ട് ഈ പ്രസ്ഥാനത്തെ നയിക്കുവാനാണ് ഞങ്ങൾക്ക് താല്പര്യം. അതുകൊണ്ട് ഇവിടുത്തെ സമൂഹത്തിന് എന്താവശ്യങ്ങൾ നേരിട്ടാലും, ഇവിടുത്തെ സീനിയേഴ്സായിട്ടുള്ള ആദ്യകാല കുടിയേറ്റ മലയാളി സമൂഹത്തെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ എന്തായിരുന്നാലും, ഇവിടുത്തെ യുവാക്കളുടെ പ്രശ്നങ്ങൾ എന്തായിരുന്നാലും, ഈ പ്രശ്നങ്ങളിലെല്ലാം ഇടപെട്ട് അതിന് വേണ്ട നേതൃത്വം കൊടുത്ത് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ ഞങ്ങൾ സദാ ജാഗ്രതയിലായിരിക്കും എന്ന് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വാക്ക് തരികയാണ്. നല്ല ഹൃദയമുള്ള, നല്ല മനസ്സാക്ഷിയുള്ള മലയാളി സമൂഹം ഞങ്ങളോടൊപ്പം ഉണ്ടാവും എന്നുള്ള പരിപൂർണ്ണ വിശ്വാസവും എനിക്ക് ഈ അവസരത്തിലുണ്ട്. നന്ദി. തോമസ് ഒന്നും പറഞ്ഞതിനോട് നിങ്ങളെ ചോദിക്കാനോ? തോമസ് ട്രീറ്റ്മെന്റ് ആദ്യം ഈ കാൻഡിഡേറ്റ്സ് അനൗൺസ് ചെയ്തപ്പോഴത്തേക്കും പ്രത്യേകിച്ച് ചേരി വന്നിട്ട് സെക്രട്ടറിയായിട്ട് മത്സരിക്കുന്ന പറഞ്ഞത്, പിന്നെ എങ്ങനെ ഈ ജെയിംസ് സെക്യൂരിറ്റിയുടെ ഭാഗമായി? ഞാൻ യാതൊരു പാനലിനും പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയല്ല. പാനലുകൾ കളിച്ചാണ് ഈ മലയാളി സമൂഹത്തിൻ്റെ ഒന്നായിരുന്ന പ്രസ്ഥാനം ഒന്നിലധികമായത്. അതുകൊണ്ട് പാനലിനോട് എനിക്ക് ആഭിമുഖ്യമില്ല. അതേ അവസരത്തിൽ സമാന ചിന്താഗതി വെച്ച് പുലർത്തുന്നവരുമായി ചേരാതിരിക്കുന്നതാണ് തെറ്റ് എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ താല്പര്യം പ്രദർശിപ്പിക്കുന്ന ആരായിരുന്നാലും അവരുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ളവരുമായി ചേർന്ന് പ്രവർത്തിച്ചാലേ അതൊരു കൂട്ടായ പ്രവർത്തനമെന്ന് പറയുവാൻ സാധിക്കത്തുള്ളൂ. കൂട്ടായ പ്രവർത്തനം കൊണ്ട് മാത്രമേ പല കാര്യങ്ങളെ നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ സമാന ചിന്താഗതിയുള്ളവര്, ഒരേ വിഷൻ, ദർശനം വച്ച് സൂക്ഷിക്കുന്നവര് ഇവരുമായി ചേർന്ന് മുന്നോട്ട് പോകുവാൻ ഞാൻ തീരുമാനിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് എൻ്റെ പ്രിയ സുഹൃത്ത് ജെയിംസ് ഇല്ലിക്കലും എൻ്റെ പ്രിയ സുഹൃത്ത് സജി കരിമ്പന്നൂരുമായി ചേർന്ന് പ്രവർത്തിക്കുവാനായിട്ട്
ഞാൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇതൊരു പാനലല്ല. മറ്റാരെങ്കിലും സ്ഥാനാർത്ഥികളായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളവർ ഞങ്ങളുമായി എന്നോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ സന്നദ്ധത കാട്ടുന്നു എങ്കിൽ തീർച്ചയായും അവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുവാനും എനിക്ക് മടിയില്ല. ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമല്ലാതെ നിന്നിട്ട് വേറെ ഗ്രൂപ്പിലേക്ക് വരും. അപ്പം ഒരേ ഇതിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഫോമ വർക്കേഴ്സ് അല്ലേ? അപ്പം ഒരു ചെറിയൊരു ആരംഭിച്ച് കഴിഞ്ഞു ഇവിടെ 2 ഫോമയിൽ തന്നെ ഒരു ഇലക്ഷൻ്റെ ഇതിലേക്ക് നമ്മൾ സംഘടനയുടെ ചിന്താഗതി 2 മാറിക്കഴിഞ്ഞു. അത് പൊക്കാനൊക്കെ സംഭവിച്ചത് തന്നെയാണ്. അതാണോ ആ ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത്? ഒരിക്കലും അല്ല. 2 പോകുന്ന ഇതൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന അവസരത്തിൽ വ്യക്തികളുടെ ദർശനങ്ങൾ, അവരുടെ കാഴ്ചപ്പാട് എന്താണെന്ന് വിലയിരുത്തിയായിരിക്കും ഡെലിഗേറ്റ്സ് വോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് ഞാൻ വ്യക്തമാക്കും. കഴിഞ്ഞ കാലങ്ങളിൽ ഏതാണ്ട് 2 മാസത്തോളം ഞാൻ ആ കാര്യങ്ങൾ വിശദീകരിച്ച മീഡിയയിലും അതുപോലെ മീറ്റിങ്ങുകളിലും അവതരിപ്പിച്ചിട്ടുണ്ട്. അത് കേൾക്കുകയും പല രീതിയിലെ കമ്മ്യൂണിക്കേഷൻ നടത്തുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് പലരും എന്നോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കാൻ മുന്നോട്ട് വന്നു. അതല്ലാതെ ഈ സംഘടനയിൽ യാതൊരു വിധമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, മറ്റഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. സംഘടനയുടെ സ്ട്രക്ചറിനെ സംബന്ധിച്ചൊരു അഭിപ്രായ വ്യത്യാസമില്ല. അതാണ് ബഹുമാനപ്പെട്ട ചാർജ് ചോദ്യത്തിന് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ ഒന്നുമില്ല. ഇത് കാഴ്ചപ്പാടിനെ സംബന്ധിച്ചുള്ള ചെറിയ ചെറിയ അന്തരങ്ങൾ മാത്രമാണ്. തോമസ് ടീമൻ പൊതുവെ അറിയപ്പെടുന്നത് ഈ മലയാളികളുടെ പൊതു പ്രശ്നങ്ങളിൽ ഒരു ഒറ്റയാൾ പട്ടാളം പോലെ മുമ്പോട്ട് പോകുന്ന, അതിൻ്റെ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്ന ആളെന്നുള്ള രീതിയിലാണ്. ഇത് എങ്ങനെ ഫോമയുടെ പ്രവർത്തനങ്ങളുമായിട്ട് ഒത്തുപോകും? അതായത് അല്ലെങ്കിൽ താങ്കളുടെ ഈ മലയാളി സമൂഹത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ഫോമയുടെ സംഘടനയുടെ പ്രവർത്തനങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോകാനാണ് തങ്ങളുടെ സെക്രട്ടറി പദ്ധതിയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. എന്താണ്? അത് വളരെ നല്ലൊരു ചോദ്യമാണ്. താങ്ക് യു ജോസ് ലോഡാപ്പുറം. സമൂഹത്തിൽ പല പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ നേരിടുവാനും അതിന് പരിഹാരങ്ങൾ കണ്ടെത്തുവാനും പ്രശ്നങ്ങൾക്ക് അതീതമായിട്ട് അതിനെ അതിജീവിക്കുവാനും ഒരു സാമൂഹ്യ പ്രവർത്തനം, ഒരു കമ്മ്യൂണിറ്റി ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ കഴിഞ്ഞ കാലത്തെ കരിയർ എടുക്കുകയാണെങ്കിൽ ഞാൻ ന്യൂയോർക്ക് സ്റ്റേറ്റ് OMR ഓഫീസിൻ്റെ ബിസിനസ് ഓഫീസറായിരുന്നു. അതിൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഏതാണ്ട് 35 വർഷക്കാലം. അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് പൊസിഷനാണ്. അങ്ങനെ പ്രവർത്തിച്ച് ഞാൻ റിട്ടയർഡായി. അപ്പോൾ ഒരു മാനേജ്മെൻറ്റ് സ്കില്ലും അഡ്മിനിസ്ട്രേറ്റീവ് സ്കില്ലും എനിക്കുണ്ട് എന്നുള്ളതാണ് എൻ്റെ ചെറിയ വിശ്വാസം. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ലോങ് ഐലൻഡിലെ ലിംഗ എന്ന സംഘടനയുടെ സാരഥ്യം 2 വർഷം വഹിച്ചിട്ടുണ്ട്. ഫോമയുടെ പൊളിറ്റിക്കൽ ഫോറം ചെയർമാനായിട്ട്, അതിന് മുമ്പ് മതസൗഹാർദ്ദ സമിതിയുടെ ചെയർമാനായിട്ട് ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ ഏറ്റവും അടുത്ത ഏതാണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പ്രത്യേക പ്രോഗ്രാം ഇന്ത്യൻ കോൺസുലേറ്റിൽ വെച്ച് നടത്തുവാനായിട്ട് സാധിച്ചു. അങ്ങനെ ഞാൻ ഒരു കമ്മ്യൂണിറ്റി ആക്ടിവിസ്റ്റ് ആണെങ്കിലും അതോടൊപ്പം ശരിയായ രീതിയിൽ ഒരു ഓർഗനൈസേഷൻ മാനേജ് ചെയ്യുവാനുള്ള സ്കിൽസും എനിക്കുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതുപോലെ ഫോമയെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫോർമുലേറ്റ് ചെയ്ത കമ്മിറ്റിയുടെ വൈസ് ചെയർമാനും കൂടെ ആയിരുന്നു ഞാൻ. ജെയിംസ് ഇല്ലിക്കച്ചേട്ടനോടാണ് എൻ്റെ ചോദ്യം. ഞാൻ നിരവധി വർഷങ്ങളായിട്ട് ഫോമയിൽ ചേട്ടനെ കണ്ടിട്ടുണ്ട്. പക്ഷേ നാഷണൽ ലെവലിൽ ഒരിക്കലും അങ്ങനെ സംഘടനയുടെ ഒരു നേതാവായിട്ട് കണ്ടിട്ടില്ല. എനിക്കറിയാം, നോക്കാന കഴിഞ്ഞ് പിന്നെ ഫോമയുടെ യൂത്ത് ഫെസ്റ്റിവൽ ഫ്ലോറിഡയിൽ നടത്തി അതിൻ്റെ തലപ്പത്തിരുന്നു എന്നറിയാം. പക്ഷെ ഓൾ ഓഫ് സഡൻ ഈ നാഷണൽ ലെവലിൽ ഒരു പ്രസിഡന്റായിട്ട് വരാനുള്ള പ്രചോദനം എന്തായിരുന്നു? ഞാൻ ചോദിച്ച ചോദ്യത്തിന് മുമ്പ് എൻ്റെ സുഹൃത്ത് രാജ് ചോദിച്ച
തോമസ് ട്യൂമിനോട് ചോദിച്ചതൊന്നും മറുപടി പറയാൻ എത്തിയില്ലല്ലോ. അതായത് ഷാജി ചോദിച്ചായിരുന്നു ഗ്രൂപ്പ് പാനൽ എന്നുള്ള രീതിയിൽ സംസാരിച്ചു. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന കാൻഡിഡേറ്റ്സിനെ കാണുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇതിനകത്ത് വൈസ് പ്രസിഡൻ്റായിട്ട് 3 പേരുണ്ട്. അതിൽ കുര്യൻ വർഗീസ് വരുന്നു കൊണ്ടുവരുന്നുണ്ടെന്നാണ് പറഞ്ഞത്, എത്തിയിട്ടില്ല. അതുപോലെ ജോയിൻറ്റ് ട്രഷററായിട്ടും ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടും എല്ലാ കാൻഡിഡേറ്റ്സും ഉണ്ട്. പിന്നെ ഞാൻ പ്രസിഡൻ്റായിട്ട് ഡിക്ലെയർ ചെയ്യുന്ന ആഴ്ചകൾ മുമ്പ് തന്നെ തോമസ് ട്യൂമൻ സെക്രട്ടറിയായിട്ട് ഡിക്ലെയർ ചെയ്തായിരുന്നു. അപ്പോൾ അദ്ദേഹം ഞാനുമായിട്ട് യാതൊരുവിധ ആശയവിനിമയം നടത്താതെയാണ് എൻ്റെ അസോസിയേഷൻ, അതായത് NSCF എന്ന് പറഞ്ഞ അസോസിയേഷൻ, 25 വർഷമാകാൻ പോകുന്ന അസോസിയേഷൻ, അവർ എന്നെ സജീവനോടെ എൻഡോസ് ചെയ്തു. അവരൊരു മീറ്റിംഗ് കൂടിയിരുന്നു. ആ മീറ്റിംഗ് പറഞ്ഞു എന്തുകൊണ്ട് നമുക്ക് കൺവെൻഷൻ ചാമ്പാക്കി കൊണ്ടുവന്നുകൂടാ, അങ്ങനെയാണ് ജെയിംസ് അതിന് വേണ്ടി ഒന്ന് മുൻപോട്ട് വരണമെന്ന് പറഞ്ഞു. അവർ ഏകണ്ഠമായി ആവശ്യപ്പെട്ടപ്പോഴാണ് ഞാൻ സജീവ് വന്നത്. അതുപോലെ ഇരിക്കുന്ന വിൻസൻ പാർക്കിൻ്റെ വിൻസൻ ബോസ്, ഇരിക്കുന്ന എല്ലാവരും ഞാൻ പറഞ്ഞായിരുന്നു കാൻഡിഡേറ്റ്സായിട്ട് മത്സരിക്കുന്ന എല്ലാവർക്കും ഒരേ അവസരം ഇവിടെ തന്നിരിക്കും. അതുപോലെ ആര് ജയിച്ചു വന്നാലും അവരുമായിട്ട് സഹകരിച്ച് തന്നെ മുമ്പോട്ട് പോകും എന്ന് തന്നെ ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ എൻ്റെ പ്രസിഡന്റ് കാൻഡിഡേറ്റ് വരുന്നതിന് മുമ്പ് തന്നെ അതിന് മുമ്പായിരുന്നു ആനന്ദനും ഷാജി എഡ്വേർഡ് കാൻഡിഡേറ്റ്സ് ഡിക്ലെയർ ചെയ്തായിരുന്നു. അപ്പോൾ അവരെ രണ്ടുപേരെ വിളിച്ച് പറഞ്ഞായിരുന്നു ഇതൊരു സൗഹൃദ മത്സരമാണ്, ഒരാൾ ജയിക്കും ഒരാൾ തോക്കും എന്ന് രണ്ടുപേരെ കൂടെ സമ്മതിപ്പിച്ച് അവർ രണ്ടുപേര് പറഞ്ഞായിരുന്നു ഒരു പ്രശ്നവുമില്ല, ഒരു സൗഹൃദ മത്സരമായിരിക്കുന്നു. രണ്ടുപേർ സമ്മതിച്ചു കഴിഞ്ഞാണ് ഞാൻ പ്രസിഡൻ്റായിട്ട് തന്നെ ഡിക്ലെയർ ചെയ്തത്. അതുകൊണ്ട് ഇതൊരിക്കലും ഒരു പാനലില്ല. അതുകൂടാതെ മിസ്റ്റർ തോമസ് ട്യൂമനും ഇവിടെ ഇരിക്കുന്ന എല്ലാവരുമായിട്ട് ഞാൻ ഫോണിൽ കൂടി കഴിഞ്ഞ ആഴ്ച ഫിലഡൽഫിയ വെച്ച് കണ്ടപ്പോൾ ആശയവിനിമയം നടത്തി. അപ്പം തോമസ് ട്യൂമൻ്റെ ഏകദേശം ഉള്ള ഗോളുകൾ വിഷന് ഞാനുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഫോർമാറ്റ്, നല്ല രീതിയിൽ വരും എന്നൊരു പ്രത്യാശ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സൗഹൃദ സമ്മേളനം നടത്താൻ തീരുമാനിക്കുകയും എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഇനി സുനിൽ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഞാൻ ഫോമയുടെ നാഷണൽ ഫിനാലെ, യൂത്ത് ഫെസ്റ്റിവലിൻ്റെ നാഷണൽ ഫിനാലയുടെ ചെയർമാനായിട്ട് വന്നിരുന്നു. അന്ന് നമ്മുടെ ജോൺ ടൈറ്റ്സും സലിമുമായിരുന്നു, അവരുടെ നേതൃത്വത്തിലുള്ളതായിരുന്നു. കൂടാതെ ഫോമയുടെ വേലൂർ ഒരാളെ പ്രസിഡൻ്റായിരുന്നപ്പോൾ RVP ആയിരുന്നു. ഞങ്ങൾ ലോക്കലിൽ പല കാര്യങ്ങൾ ചെയ്തു. പിന്നെ ഒരുപാട് പബ്ലിസിറ്റിക്ക് അന്ന് ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല, ഇന്നും ഇത്രയ്ക്ക് ആഗ്രഹിക്കുന്ന വ്യക്തിയൊന്നുമല്ല. പക്ഷേ ഫോമായി കൂടെ മുമ്പോട്ട് വരണമെങ്കിൽ പബ്ലിസിറ്റി ഇല്ലാതെ പറ്റത്തില്ല എന്നൊരു അവസ്ഥ വന്നായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സുല്ലി ചോദിച്ച പോലെ തന്നെ നാഷണൽ ഫിഗർ അല്ല. ഈ നാഷണൽ ഫിഗർ എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലുള്ള അവസരങ്ങൾ ഉണ്ടാക്കി പ്രവൃത്തികൾ ചെയ്ത് ജനങ്ങളെ കാണിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ നാഷണൽ ഫിഗറിലേക്ക് വരുന്നത്. അപ്പോൾ അതല്ലാത്ത രീതിയിൽ ഇപ്പം ഞാനൊരു ജ്ഞാനായക്കാരാണ്. ജ്ഞാനായത്തിൻ്റെ രീതികൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ പ്രസിഡൻ്റായിട്ടുണ്ട്, എൻ്റെ കൺവെൻഷൻ ചെയർമാനായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കൺവെൻഷൻ നടത്തി 6000 പേരോട് പങ്കുചേർന്ന കൺവെൻഷനായിരുന്നു. വളരെ സക്സസ്ഫുള്ളായിട്ട് നടത്തി, ഒരു ഇൻസിഡൻറ്റ് പോലും ഉണ്ടാക്കാതെ നടത്തിയ കൺവെൻഷനാണ്. അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് തന്നെ ഹോട്ടലുകാരി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നാഷണൽ ലെവലിൽ എന്നെ അറിയപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ മറ്റ് ലെവലുകളിൽ ചോദിക്കുകയാണെങ്കിൽ അത് മനസ്സിലാവും. പിന്നെ ഫോമയ്ക്ക് വേണ്ടി എനിക്കറിയാം ഫോമ ഇത്രയും നാളും എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നൊരു വ്യക്തമായ വീക്ഷണമുണ്ട്. ഫോമയുടെ ഒരു 6 വർഷമേ ആയിട്ടുള്ളൂ. ഫോമയായിട്ട് നിലനിർത്തിയ ഇതിൻ്റെ നേതാക്കൾ, അവരുടെ കഠിനാധ്വാനം, അവരുടെ പൈസ, ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ്. അതെല്ലാം ഞാൻ ശരിക്കും സ്റ്റഡി ചെയ്തിട്ട് തന്നെയാണ് മുമ്പോട്ട് വന്നിരിക്കുന്നത്. അവർ ചെയ്ത നല്ല കാര്യങ്ങൾ അതുപോലെ തന്നെ പിന്തുടരുകയും പുതിയ ആശയങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ എനിക്ക് എൻ്റെതായ ആശയങ്ങളുണ്ട്, അത് ഞാൻ നടപ്പാക്കും. അതുകൂടാതെ ഞാൻ എപ്പോഴും ഒരു വ്യക്തിപ്രതാപിയല്ല, അംഗസംഘടനകൾക്ക് എപ്പോഴും അംഗീകാരം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അംഗസംഘടനകളുടെ അഭിപ്രായങ്ങൾ മാനിക്കുകയും ആ അഭിപ്രായങ്ങൾ ഫോമയുടെ ഭാഗം നൽകാൻ തോന്നിയാൽ തീർച്ചയായിട്ടും അത് നടപ്പാക്കും എന്ന് ഞാൻ വാക്ക് തരികയും ചെയ്യുകയാണ്. നാഷണൽ ലെവലിലുള്ള ഒരു സംഘടനയാണ് ഫോമ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ ജനങ്ങളുടെ ഇടയിൽ അംഗീകാരം കിട്ടി, കൂടുതൽ പങ്കാളിത്തം ഉള്ളൊരു സംഘടനയാണ്. നിങ്ങൾ ഒരു പ്രസിഡൻ്റായിട്ട് മത്സരിക്കുമ്പോൾ അതിൻ്റെ പ്രധാനമായിട്ട് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ധാരാളം സമയം അതിനുവേണ്ടി ചെലവാക്കണം. മറ്റൊന്ന്, അതിനെ തുടർന്നുള്ള അതിൻ്റെ സാമ്പത്തികമായ ചെലവാകൽ. ഈ 2 കാര്യങ്ങൾ നിങ്ങളുടെ ഈ പ്രസിഡൻഷ്യഷിപ്പിൽ എങ്ങനെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും? തീർച്ചയായിട്ടും ഞാൻ 2 കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്തിരുന്നു. ഞാനിതിൻ്റെ പ്രസിഡൻ്റായിട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ കുടുംബം, എൻ്റെ വൈഫും കുട്ടികളുമായിട്ട് ഡിസ്കസ് ചെയ്തായിരുന്നു. അവരുടെ എൻ്റെ ഫാമിലിയുടെ ഫുൾ സപ്പോർട്ടോടു കൂടിയാണ് ഞാൻ മുമ്പോട്ട് വന്നിരിക്കുന്നത്. അതുകൂടാതെ ഞാനിപ്പോൾ മുഴുവൻ ടൈം ഒരു ബിസിനസ്മാനാണ്.
എന്നോട് എൻ്റെ തലമുതിർന്ന നേതാക്കൾ പറഞ്ഞിരുന്നു, ഇതിലോട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് കയ്യിൽ നിന്ന് ഒത്തിരി ഇറങ്ങേണ്ടി വരും എന്ന അനുഭവസ്ഥർ എന്നുള്ള സ്നേഹമുണ്ട്, എന്നോട് നേരിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാമ്പത്തികം എന്തെങ്കിലുണ്ട്, അത് കണക്കാക്കി തന്നെയാണ് മുമ്പോട്ട് വന്നിരിക്കുന്നത്. അതുകൂടാതെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സുണ്ട്, സ്പോൺസേഴ്സിനെ കണ്ടുപിടിക്കാൻ എനിക്ക് സാധിക്കും, എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഞാൻ നാട്ടിൽ വെച്ചുണ്ടായിരുന്നു. ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഓവർസിയറായിരുന്നു. അവിടെ മൂവാറ്റുപുഴ ഡിവിഷൻ്റെ ചെയർമാനായിരുന്നു, യൂണിയൻ ചെയർമാനായിരുന്നു. നമ്മളുടെ ഈ സാമ്പത്തിക ബാധ്യത അല്ലെങ്കിൽ സ്പോൺസർമാരെ കിട്ടാന്ന് പറയുന്നത് ഈ കണക്കുകൾ കടന്നില്ലെങ്കിൽ നമ്മളുടെ ഈ സാമ്പത്തിക ബാധ്യത ഈ സ്പോൺസർമാരെ കിട്ടുമെന്ന് പറഞ്ഞില്ലേ, ഇല്ലെങ്കിൽ പറഞ്ഞ ഉദ്ദേശിക്കുന്ന പോലെ സ്പോൺസർഷിപ്പ് വന്നില്ലെങ്കിൽ വന്നില്ലെങ്കിൽ തന്നെ ഞാൻ ഏകദേശം കൃത്യമായ ഒരു ധാരണ എൻ്റെ മനസ്സിലുണ്ട്. അത് ദൈവം അനുഗ്രഹിച്ച് മറ്റു കുഴപ്പമൊന്നും ഉണ്ടായില്ലെങ്കിൽ ഇപ്പോഴത്തെ രീതിയിൽ സാമ്പത്തിക രീതിയുണ്ട്. നാളത്തെ കാര്യം എനിക്ക് അറിയില്ല, അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്തെങ്കിലുണ്ട്. ഒരു കാര്യം ഞാൻ ക്ലിയർ ചെയ്യുകയാണ്, ഇത് രണ്ടുപേരും ഒന്നിച്ച് നടത്താനായിട്ട് കഴിഞ്ഞ ആഴ്ചയിലൊരു മീഡിയേറ്ററായിട്ട് ഫോമയുടെ എക്സിക്യൂട്ടീവ് വന്നിരുന്നു. അപ്പോൾ എൻ്റെ കാൻഡിഡേറ്റ് 2-3 ഡിമാൻഡ് വെച്ചത്. ഒന്ന്, മീഡിയ വരാൻ പറ്റത്തില്ല. ഞാനതിനെ പാടാകാലം പറഞ്ഞു, കാരണം ഇന്നിപ്പം മീഡിയ ഇല്ലെങ്കിൽ നമ്മളില്ല, മീഡിയയിലൂടെ അല്ലാതെ നമുക്ക് വളരാൻ സാധിക്കില്ല, ഫോമാന്ന് പറയുന്നത് സുഖമായി പോകും. അതുകൊണ്ട് മീഡിയ ഇല്ലാതെ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ രണ്ടാമത് പറഞ്ഞത് പബ്ലിസിറ്റി കൊടുക്കാൻ പറ്റത്തില്ല. ഒന്നിച്ച് നടത്തി കഴിഞ്ഞതിന് ശേഷം പബ്ലിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ പല രീതിയിൽ പലരും എഴുതുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതൊന്നും മീഡിയയിൽ എഴുതുന്നതാണ്, എൻ്റെ മനസ്സ് പറയുന്നത് അവർ യാഥാർത്ഥ്യങ്ങൾ എഴുതുന്നുള്ളത്. അതുകൊണ്ട് അവർ മനസ്സിലെടുത്ത് എനിക്ക് എത്തിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ പുള്ളി വേറെ കാര്യം പറഞ്ഞാൽ അവിടെ മദ്യം വളർത്തുന്നത്. ഞാൻ പറഞ്ഞാലും മദ്യം വളർത്തുന്നതിനോട് ഞാൻ എതിർപ്പുള്ള വ്യക്തിയാണ്. പക്ഷെ അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ മലയാളികൾ മദ്യം എടുത്തില്ലെങ്കിൽ അവർ നേരെ മുഖത്തോക്കി ചോദിക്കും, നീ എന്തിനാണോ മാറ്റി വെക്കുന്നത് എന്ന രീതിയിൽ ചോദിക്കും. അതുകൊണ്ടാണ്, അല്ലാണ്ട് എനിക്ക് അതിൻ്റെതായ പ്രശ്നമില്ല, ഞാൻ കഴിക്കുന്നത് തന്നെയാണ്. പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട്. പിന്നെ മീഡിയയ്ക്ക് നല്ല സപ്പോർട്ട് തരുന്നതിൽ ഞങ്ങളെ സഹകരിക്കാൻ താല്പര്യപ്പെടുന്നത് നന്ദിയുണ്ട്. പിന്നെ ഞങ്ങൾ വേറെ പറഞ്ഞാൽ തോമസ് ടീം എന്ന് പറഞ്ഞ ഞങ്ങളുടെ സെക്രട്ടറി കാൻഡിഡേറ്റ്, അദ്ദേഹം ഒരു സംഘടനയുടെ ബാക്കിംഗ് ഇല്ലാതെ തന്നെ ഒരു ഇവിടുത്തെ കമ്മ്യൂണിറ്റി ആക്ടിവിസ്റ്റായിട്ട് സ്വന്തമായ പഠനം കാഴ്ചവെക്കുന്ന ഒരു വ്യക്തിയാണ്. സപ്പോസ് നിങ്ങൾ രണ്ടുപേരും ജയിച്ചു വന്നോ, ജയിച്ചു തോന്നുന്നുണ്ടോ ഈ തോമസ് ടീമൽ കുറച്ച് സൂപ്പർ സെക്രട്ടറി ആവുന്നത്? അങ്ങനെ കിട്ടിയില്ല. സൂപ്പർ ജനറൽ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം ഞാൻ പ്രസിഡന്റായിരിക്കുമ്പോൾ തോമസ് ട്യൂമൻ അല്ല, ചില കൂടിയ ആളാണെങ്കിലും അത് സാധിക്കില്ല എന്ന് ഞാൻ ഉറപ്പായിട്ട് തന്നെ പറയാം. എനിക്കിപ്പം ജോർജ് ജോസഫ് കൂടെ വന്നതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ റിലീഫുണ്ട്. കാരണം രാജ്യത്തിൻ്റെ ഷാർപ്പ് ക്വസ്റ്റ്യൻസ് ഞാനത് ആക്ച്വലി കാണാപ്പുറത്തിൻ്റെ കയ്യിൽ ആ ചോദ്യം പ്രതീക്ഷിച്ചു. അതായത് ഒരു സൂപ്പർ ജനറൽ സെക്രട്ടറി ആകണമെന്നും ഒരു സൂപ്പർ പ്രസിഡന്റ് ആകണമെന്നുള്ളതും എല്ലാവരുടെയും മനസ്സിലെ ആഗ്രഹം. എന്നെ സംബന്ധിച്ച് ഒരു സൂപ്പർ സെക്രട്ടറി ആകാൻ ഞാനൊരു ബലഹീന മനുഷ്യൻ, എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല. പിന്നെ ഞാൻ പല കാര്യങ്ങളിലും കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന, വ്യക്തികളെ ബാധിക്കുന്ന, നമ്മുടെ കമ്മ്യൂണിറ്റിയെ, നമ്മളുമായിട്ട് പരിചയപ്പെട്ട അമേരിക്കയുടെയോ ഇന്ത്യക്കാരുടെയോ ഏത് ഏഷ്യൻ കമ്മ്യൂണിറ്റി ആണെങ്കിൽ ഏത് കമ്മ്യൂണിറ്റിയുള്ള വ്യക്തിയെ സംബന്ധിച്ച് ഒരു പ്രശ്നം നമ്മുടെ ജീവിക്കുന്ന സമൂഹത്തിലുണ്ടായാൽ അതിനെ ലാഘവ ബുദ്ധിയോടെ നേരിടാൻ ഞാൻ തയ്യാറല്ല. ഐ വോണ്ട് ടു റിയാക്ട്.
അങ്ങനെ റിയാക്ട് ചെയ്യണം എന്ന് എന്നെ പഠിപ്പിച്ചത് എൻ്റെ പിതാവ് തന്നെയാണ്. എൻ്റെ പിതാവ് ഒരു സ്കൂൾ ഹെഡ് മാസ്റ്ററും അതുപോലെ ഞങ്ങളുടെ സഭയിലെ ഉപദേശിയുമായിരുന്നു. നാട്ടിൽ NGO യൂണിയൻ സമരം സർക്കാർ സ്കൂളിലായിരുന്നു. സമരം നടത്തിയപ്പോൾ ആ സമരത്തെ അദ്ദേഹത്തിൻ്റെ ഇടതുപക്ഷ ആൾക്കാരൊക്കെ വളരെ സുഹൃത്തുക്കളായിരുന്നു. എങ്കിലും ഒരു കാര്യത്തിൽ എൻ്റെ പിതാവിന് വളരെ നിർബന്ധവും വാശിയും ഉണ്ടായിരുന്ന ഏത് സമരത്തിനും അദ്ദേഹം പറയും, അധ്യാപനം ഒരു തപസ്യയാണ്, അധ്യാപകർക്ക് സമരം ചെയ്യാൻ സാധ്യമല്ല. ഒരിക്കലും സമരത്തിന് പിതാവ് പോയിട്ടില്ല. സമരക്കാരുടെ ലൈൻ ഭേദിച്ച് ജോലിക്ക് പോകുമായിരുന്നു. അങ്ങനെ ഒരു സമരം നടത്തണം, പക്ഷേ നടത്തേണ്ടുന്നത് ഏത് സാഹചര്യത്തിലാണെന്നും അതുപോലെ തന്നെ നമ്മളെക്കാൾ വലിയൊരാളായിട്ട് വളരണമെന്നുള്ള ഹൃദയത്തിലെ ആഗ്രഹം അത് ഒരു സ്വപ്നമായിട്ട് അവിടെ കിടക്കട്ടെ. ഒരു സൂപ്പർ സെക്രട്ടറി ആകണം എന്നുള്ള ആ ചോദ്യം ആകണമെന്നുള്ള ആഗ്രഹമാണോ ബഹുമാനപ്പെട്ട രാജ് പ്രദർശിപ്പിച്ചത്, അതോ അങ്ങനെ ആകുമെന്നുള്ള സന്ദേഹമാണോ എന്നുള്ളൊരു കുഴപ്പമില്ല. അത് രാജ് വളരെ പോസിറ്റീവായിട്ടാണ് ചോദിച്ചത്. തോമസ് ട്യൂബിനെ ഞങ്ങളിപ്പോൾ മീഡിയ പ്രവർത്തകർക്ക് എനിക്ക് സൗഹൃദമായിട്ടാണത്. അതിൻ്റെ ഒരു കാര്യമുണ്ട്. തോമസ് ട്യൂബൻ ഇല്ലിക്കലും ഈ നിങ്ങളുടെ പുതിയ ഭാരവാഹികൾ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ കൂടുതൽ പങ്കാളിത്തത്തോടെ സൗഹൃദത്തോടെ ഹോമയുടെ പ്രവർത്തനങ്ങൾ നടത്തുമെന്നുള്ള ചോദ്യമാണ്. തീർച്ചയായും ഞാൻ ഇല്ലിക്കലും സജീവമായിട്ട് ഈ കാര്യങ്ങളിൽ ആശയവിനിമയം നടത്തിയ അവസരത്തിൽ ഞങ്ങൾ ഒരു ടീമായിട്ടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നവരായിരിക്കും എപ്പോഴും. ഞങ്ങൾ മൂന്ന് പേരിൽ ആരും തന്നെ ഒരാൾ മുന്നിലും മറ്റു രണ്ടുപേരും പിറകിലും എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവുകയില്ല. ഞങ്ങൾ എപ്പോഴും ഒപ്പം പ്രവർത്തിക്കുന്ന ടീം മെമ്പേഴ്സായിട്ടുള്ള ഒരു ലീഡർഷിപ്പായിരിക്കും. ഞാൻ അതിനൊരു മറുപടികൾ പറഞ്ഞിട്ടുണ്ട്. കാരണം മിസ്റ്റർ തോമസ് ട്യൂമൻ്റെ പല പദ്ധതികളും ഞാൻ ഏഷ്യാനെറ്റിൽ കൂടി മറ്റു മീഡിയയിൽ കൂടി പത്രങ്ങളിൽ കൂടെയും കണ്ടിട്ടുണ്ട്. അദ്ദേഹം പ്രവാസി വിരുദ്ധ നടപടികൾക്ക് എതിരായിട്ട് ശക്തമായിട്ട് സംസാരിച്ച ഒരു വ്യക്തിയാണ്. അതുപോലെ എംബസിയിലും കൗൺസിലറിലുള്ള അദ്ദേഹത്തിൻ്റെ പിടിപാടുകളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പാരമ്പര്യങ്ങൾ ഫോമയുടെ മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും എന്നെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അദ്ദേഹം എൻ്റെ കൂടെ ഞങ്ങളൊരു ടീമായിട്ട്, ഇപ്പം സജി കരിമനൂർ തോമസ് ട്യൂമൻ മാത്രമല്ല, ഞങ്ങളുടെ ഓൾ ടീം മൊത്തത്തിൽ ഫോമയുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന, ഈവൻ എൻ്റെ കൂടെ എനിക്ക് എതിരായിട്ട് നിൽക്കുന്ന കാൻഡിഡേറ്റ്സ് ആര് ജയിച്ചു വന്നാലും എൻ്റെ പാരമ്പര്യങ്ങൾ പുറകോട്ട് നോക്കുകയാണെങ്കിൽ, ടാമ്പായിൽ അന്വേഷിക്കുകയാണെങ്കിൽ അറിയാം, എൻ്റെ കൂടെ ഓപ്പോസിഷൻ പാർട്ടി ജയിച്ചു വന്ന സെക്രട്ടറി ഞാൻ പ്രസിഡന്റുമായിട്ട് വളരെ സ്നേഹപൂർവ്വം അവസാനം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും തോളോട്ട് തോൾ ചേർത്ത് 2 വർഷം ഭരിച്ച ചരിത്രം എനിക്കുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൽ വരുന്ന എല്ലാ നാഷണൽ കൗൺസിൽ മെമ്പേഴ്സും എല്ലാ സംഘടനകളുമായിട്ടും ഞാൻ വളരെ യോഗത്തിൽ തന്നെ 2 വർഷം മുമ്പോട്ട് നയിക്കുകയുള്ളൂ. സജി കരിമന്നൂർ ട്രഷററായിട്ടല്ലേ മത്സരിച്ചത്? ഈ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഫോമ അതിൻ്റെ സാമ്പത്തികമായ കണക്കുകളും വിവരങ്ങളും എല്ലാം കൃത്യമായിട്ട് അംഗസംഘടനകളെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ ധരിച്ചിരിക്കുന്നത്. അത് ശരിയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഭാവിയിൽ ഇപ്പോഴിതിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ നല്ല സൗണ്ടാണെന്ന് നമ്മൾക്കറിയാം. ഭാവിയിൽ ഇതിൻ്റെ സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങളുടെ പരിപാടി എന്തെല്ലാമാണ്? എങ്ങനെയൊക്കെയാണ് അംഗസംഘടനകളെ പുതിയതായിട്ട് ചേർത്ത് വരുമാനം വർദ്ധിപ്പിക്കുകയോ അല്ല നിലവിലുള്ള നിങ്ങളുടെ ഓരോ അംഗസംഘടനകളുടെ അതിൻ്റെ റെമ്യൂണറേഷൻ കൂട്ടുകയോ എന്താണ് നിങ്ങളുടെ സംഘടനയ്ക്ക് സാമ്പത്തിക ഭദ്രത വരുത്താൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ? അത് ജെയിംസിൻ്റെ ഉറപ്പിലുള്ള സന്തോഷം മാത്രമേ ഉള്ളൂ. ഒരിക്കലും അല്ല. താങ്ക് യു. ഞങ്ങൾക്ക് വ്യക്തമായ ഒരു സമയബന്ധിത പരിപാടി തന്നെയുണ്ട് ഫോമയുടെ ഈ 2 വർഷത്തേക്ക്. കാരണം ഫോമ എന്ന് പറയുന്നത് മുമ്പ് പറഞ്ഞു മഹാരഥന്മാർ തെളിയിച്ച, അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായി കണക്കുകൾ സൂക്ഷിക്കുന്ന, ചിട്ടയായി കണക്കുകൾ സൂക്ഷിച്ച ഒരു പഴയ തലമുറ ഇതിന് പിന്നിലുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അതിനേക്കാളും ഇതിന് കഴിയുന്ന രീതിയിൽ വളരെ ഭംഗിയായി ഒരു തുറന്ന പുസ്തകമായിട്ട് അക്കൗണ്ടുകൾ കീപ്പ് ചെയ്ത് വളരെ വളരെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് സിസ്റ്റമാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ ഞാൻ ചോദിച്ചോളൂ, എന്താണ് നമുക്ക് കൂടുതൽ ഇൻകം സോഴ്സ്? ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും സ്പോൺസേഴ്സ് ഒരു ഘടകമാണ്. എന്നാൽ മുൻപ് ചെയ്ത രീതിയിലല്ല, വ്യത്യസ്തമായ രീതിയിൽ വിവിധ സ്പോൺസർമാരെ തീർച്ചയായിട്ടും അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു പാക്കേജ് തന്നെ ഞങ്ങളുടെ കയ്യിലുണ്ട്. കൂടാതെ
ഇപ്പോൾ നമ്മൾ കൺവെൻഷൻ വിഭാവനം ചെയ്യുന്നത് ടാമ്പ, ഒർലാൻഡോ അങ്ങനെ ഒരു ഐഡിയയിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ പ്രദേശം എന്ന് പറയുന്നത് ടൂറിസ്റ്റുകളുടെ കേന്ദ്രമാണ്. നിങ്ങൾക്കറിയാം, ഐഫ അതുപോലെ തന്നെ ഫ്ലോറിഡയിൽ നിരവധി റിപ്പബ്ലിക്കൻ കൺവെൻഷൻ, മറ്റ് അനവധി കൺവെൻഷനുകൾക്ക് അരങ്ങേറിയ ഒരു സ്ഥലമെന്ന നിലയിൽ സൂട്ടബിളായ ഒരു പ്ലേസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു നിരവധി ആളുകൾക്ക് ടൂറിസ്റ്റുകളായിട്ടും അല്ലാതെ അവിടെ വരുവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും എന്നുള്ള ചരിത്രമാണ്. എക്സ്പീരിയൻസ് ഈസ് ദ ബെസ്റ്റ് ടീച്ചർ. അനുഭവത്തിൽ നിന്ന് പഠിച്ച പാഠമാണ്. ഞാൻ വിശ്വസിക്കുന്നു അടുത്ത കൺവെൻഷന് ഞങ്ങൾക്ക് ആ രീതിയിൽ ഒരു മണി സോഴ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഇവിടെ വേറെ എക്സിക്യൂട്ടീവിലേക്ക് വിൻസെൻ്റ് അവരെല്ലാവരും അവർക്ക് പ്രയർ ചോദിക്കാം. എനിക്കൊരു പ്രയർ കമ്മിറ്റ്മെൻറ്റുള്ള ഞാൻ പോവുകയാണ്. ജയമാഥ സാർ എനിക്ക് കൺവേ ചെയ്യുന്നത്. ഈ 3 പേരും ആനന്ദം നിറവേലിൻ്റെ പ്രോഗ്രാമിന് കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായിരുന്നു. നിങ്ങളവരെ സപ്പോർട്ട് ചെയ്തതാണോ അതോ ആ പാനലിനെ സപ്പോർട്ട് ചെയ്താണോ അവിടെ ചെന്നത്, അതോ അവർക്കെതിരായിട്ട് ഒരു പാനലായിട്ടാണോ വന്നത്? അല്ല പ്രിൻസ്, ഞാൻ വളരെ ക്ലിയറായിട്ട് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പത്രത്തിൽ കൂടി പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഈ പാനലായിട്ട് ഈ ഇലക്ഷൻ വരുന്നത് ഡിവിഷൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സംഭവമാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എല്ലാവരും അവരവരുടെ സ്വന്തം മെറിറ്റിൽ അവരവർ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസിനെ ബേസ്ഡായിട്ട് അവരവർ എന്താണ് ഫോമയ്ക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞ് സ്ട്രോങ് ആയിട്ട് മത്സരിക്കുക. അതിൽ ഏതാണ് ശരിയെന്ന് ഡെലിഗേറ്റ്സിന് തോന്നുക, അവർ ജയിക്കുക, എന്നിട്ട് ജയിക്കുന്നവരെല്ലാവരും ഒന്നിച്ച് വർക്ക് ചെയ്യുക. അതാണ് എൻ്റെ കോൺസെപ്റ്റിലുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി. അപ്പോൾ എവിടെ ഡെലിഗേറ്റ്സിനെ കാണാനുള്ള ചാൻസ് കിട്ടിയാലും ഞാൻ പോകും. അപ്പോൾ ആനന്ദ് നിരവേൽ അറേഞ്ച് ചെയ്തു, ഞാൻ അവിടെ പോയി, ഒരു ചാൻസ് കിട്ടി, ഒത്തിരി പേരെ മീറ്റ് ചെയ്തു, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ ജെയിംസ് ലീഗിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു, ഞാനിവിടെ വന്നു ഡെലിഗേറ്റ്സിനെ കാണുന്നു. അതല്ലാതെ ഒരു പാനൽ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൽ എനിക്കൊരിക്കലും വിശ്വാസമില്ല. അത് ഫോമയെ നശിപ്പിക്കുന്ന ഒരു സംഭവമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ കൺവീനിയൻസിന് വേണ്ടിയിട്ട് പ്രസിഡന്റും സെക്രട്ടറി ഒരിടത്ത് നിന്നാവുക, അങ്ങനെ ചെറിയ അറേഞ്ച്മെന്റ്സ് ആർ ഓക്കെ. പക്ഷേ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാനിവിടെ എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഐഡിയാസ് ഫോർ ഫോമ പലപ്പോഴും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, കൺവെൻഷൻ അല്ലാതെ നമുക്ക് വേറെ പ്ലാനുകളൊന്നും ഇല്ലേ. അപ്പം എൻ്റെ പ്ലാനുകൾ അത് ആര് കമ്മിറ്റിയാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന നല്ല പ്ലാനുകൾ. അതായത് നമ്മൾ ഈ $100 മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് നമ്മളൊരു ലോക്കൽ അസോസിയേഷൻ പ്രസിഡന്റിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അയാൾ നമ്മുടെ മുഖത്തേക്ക് നോക്കുന്ന ഒരു നോട്ടമുണ്ട്. ഈ നമുക്ക് ഈ ഇലക്ഷനിൽ നിൽക്കാൻ വേണ്ടി മാത്രം ഈ $100 മെമ്പർഷിപ്പ് മേടിച്ച് ഓരോ ലീഡേഴ്സ് ഓരോ സൊസൈറ്റിയിൽ നിന്ന് വരിക. ഈ മെമ്പർഷിപ്പ് ഉള്ള അസോസിയേഷൻസിലെ മെമ്പേഴ്സിന് യാതൊരു രീതിയിലുള്ള അഫിനിറ്റി ഈ ഫോമയോടോ ഫൊക്കാനയോടോ ഇല്ലാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ ഇലക്ഷൻ നിൽക്കുന്ന ആൾക്കാരും പിന്നെ ഈ കൺവെൻഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരും ഇവർക്ക് മാത്രമേ ഇതിനോട് താല്പര്യമുള്ളൂ. ഇപ്പം നമുക്കറിയാം, ഗ്രാൻഡ് കാനിയൻ യൂണിവേഴ്സിറ്റി വന്നപ്പോൾ ഉണ്ടാക്കിയ നേട്ടം നമ്മൾ കണ്ടു. പല ഹൗസ് ഹോൾഡുകളും പല ഇൻഡിവിജ്വൽസും എന്താണ് ഫോമെന്ന് അറിയാൻ തുടങ്ങി, ഫോമ കോൺട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു വാല്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കുറേ സജഷൻസ് അത് ആര് എക്സിക്യൂട്ടീവ് ആയാലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഞാനൊരു ഐഡിയാസ് ഷെയർ ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പോൾ അതിന് ഏത് ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും ഞാനത് ഷെയർ ചെയ്യും. അത് ഏത് കമ്മിറ്റിക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. എനിക്കത് ചെയ്യാനുള്ള കഴിവും അതിനുള്ള സാഹചര്യങ്ങളും ഏത് പ്രസിഡന്റിനാണെങ്കിലും തരാവുന്ന നല്ല സജഷൻസ് മാത്രമേ പറ്റുള്ളൂ. ഒരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള സജഷൻസ് പറ്റില്ല. അപ്പോൾ അതിന് ഏത് പ്രസിഡന്റിനും കൂടെ അപ്പിയർ ചെയ്യാനും ഏത് പ്രസിഡന്റിലൂടെ പ്രസന്റ് ചെയ്യാനും എനിക്ക് യാതൊരു മടിയുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഞാൻ യാതൊരു അനോമലിയും കാണുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റ് ആ ചോദ്യത്തിന് വളരെ പ്രസക്തമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഫൊക്കാനയുടെ ഇലക്ഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഫോമ ആദ്യമായിട്ടാണ് ഒരു ജനാധിപത്യ പ്രക്രിയയിലേക്ക് കടന്നു വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഷിപ്പിൽ അതിന് തുടക്കമിട്ടുവെങ്കിലും ഒരു യഥാർത്ഥ ഒരു ജനാധിപത്യ പ്രക്രിയയ്ക്ക് തുടക്കമിടുന്നത് ഈ വർഷമാണ്. തീർച്ചയായിട്ടും ഈ വർഷത്തെ ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോമിയെ സ്നേഹിക്കുന്ന, ഫോമിയിൽ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏത് വ്യക്തിക്കും ഇന്ന് ഇലക്ഷനെ അഭിമുഖീകരിക്കുവാൻ സാധിക്കും. ഒരു കാര്യം മാത്രം മതി, ഒരു അസോസിയേഷൻ്റെ പിന്തുണ ഉണ്ടായിരിക്കണം, അവിടെ നിന്ന് ഒരു ഡെലിഗേറ്റ് ആയിരിക്കണം. ആ ഒരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ എല്ലാ പൊസിഷനിലും എക്സെപ്റ്റ് പ്രസിഡന്റ്, അതിന് ഒരു ബൈലോ പ്രകാരം ഏതെങ്കിലും ഒരു സംഘടനയുടെ പ്രസിഡന്റ് ആയിരിക്കണം എന്നുള്ളൊരു നിബന്ധനയുണ്ട്. അതല്ലാതെ
ആർക്കും ഈ ഫോമായി പ്രവർത്തിച്ച പരിചയമുള്ള ആർക്കും വന്ന് ഇലക്ഷനെ ഫേസ് ചെയ്യാം. മാത്രമല്ല, കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ശ്രീ ആനന്ദൻ നിറവേലും ജെയിംസ് ഇല്ലിക്കനും കൂടി ഒരേ വേദിയിൽ ഫിലാഡൽഫിയയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തു. നമ്മൾ കാണുന്നത് ഇവിടെ മാറ്റമാണ്. ഫോമ ഒരു മാറ്റങ്ങളിലൂടെ കടന്നുപോവുകയാണ്. വേറിട്ട രീതിയിലാണ് ഫോമയുടെ പ്രവർത്തനങ്ങൾ. ഞാൻ അടിവരയിട്ട് പറയുന്നു, ഇവിടെ ഒരു കാലത്തും ആരും പാനലും കൊണ്ട് വന്ന് രക്ഷപ്പെടത്തില്ല. അതിൻ്റെ പ്രവർത്തകരായിട്ടുള്ള ഡെലിഗേറ്റ്സുകൾ ഒരിക്കലും അതിന് കൂട്ടുനിൽക്കില്ല. പാനൽ സിസ്റ്റം ഒരിക്കലും എന്തുകൊണ്ട് ആർക്കെങ്കിലും തന്നെയുണ്ടോ ഞാൻ ചോദിക്കുന്നു. ഇന്ന് ജെയിംസ് ഇല്ലിക്കനും ആനന്ദനും ഡിക്ലെയർ ചെയ്തതിന് ശേഷം എൻ്റെ പാനൽ ഇതാണെന്ന് ധൈര്യമായിട്ട് പേപ്പറിൽ കൊടുക്കുമായിരുന്നു. എൻ്റെ പാനൽ ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് കംപ്ലീറ്റ് ഒരു പാനൽ നിരത്തിക്കൊണ്ടാണ് ഇലക്ഷനെ ഫേസ് ചെയ്തത്. ഇന്ന് ആർക്കും എന്താ തൻ്റെ വരാത്ത ഉണ്ടാവില്ല. അങ്ങനെ ചെയ്താൽ അത് ചോദ്യം ചെയ്യാൻ കഴിവുള്ള ഡെലിഗേറ്റുകളാണ്, സംഘടനാ പ്രസിഡന്റുമാർ, സംഘടനാ ഭാരവാഹികളാണ് ഇതിനെ അവരെ കൈകാര്യം ചെയ്യും എന്നുള്ള യാതൊരു സംശയമില്ല. കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലല്ല, ആ മനോഭാവമായിട്ട് വരുന്നവരെ മാറ്റി നിർത്താനുള്ള മാനസികാവസ്ഥയിലേക്ക് ഫോമയിലെ പ്രവർത്തകർ സജ്ജമായിരിക്കുകയാണ്. പുതിയതായിട്ട് ചില എൻ്റെ വാത്സല്യ സ്നേഹിതര് മിസ്റ്റർ AB വർഗീസ്, നിങ്ങളൊന്ന് ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഷാജി മാത്യു, നിങ്ങളുടെ ആദ്യമായിട്ട് ഇവിടെ ഫോമയെ സപ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്ന എല്ലാ നല്ല ആൾക്കാർക്കും എൻ്റെ വന്ദനം. ഞാൻ ഫോമയുടെ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ വൈസ് പ്രസിഡൻറ്റോ ഒന്നുമായിട്ടല്ല മത്സരിക്കുന്നത്. ഞാൻ ന്യൂയോർക്ക് കേരള കൾച്ചറൽ അസോസിയേഷനിലെ മെട്രോ 3 റീജിയൻ, അതായത് മെട്രോ 3 റീജിയൻ എന്ന് പറയുന്നത് 8 അസോസിയേഷൻസാണ്. അതിൽ ഒരു അസോസിയേഷൻ ഞങ്ങളുടെ അസോസിയേഷനാണ്. ഞങ്ങൾ ഈ അടുത്ത സമയത്ത് ഫോമയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഫോമയിൽ മെമ്പർഷിപ്പ് എടുത്തു. അപ്പോൾ അതിൽ കൂടി കേരള കൾച്ചറൽ അസോസിയേഷൻ സ്ഥിതി ചെയ്യുന്നത് ബ്രാഡോക്ക് അവനിയിലാണ്. വളരെ വർഷങ്ങളായിട്ട് വളരെ നല്ല പ്രവർത്തനങ്ങൾ മികച്ച നിലയിൽ അവിടുത്തെ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന നല്ലവരായ മനുഷ്യർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് യാതൊരു പാനലിനെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പാനലിനെ ബേസ് ചെയ്തുകൊണ്ടോ അല്ല. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് കാണാൻ വന്നതാണ്. നാഷണൽ കമ്മിറ്റിയിൽ വെറും ഒരു മെമ്പറായിട്ട് ന്യൂയോർക്ക് മെട്രോ റീജിയനിൽ നിന്ന് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 15 മെമ്പേഴ്സിനെ മതി. ഇപ്പോൾ ഏതാണ്ട് 17-18 മെമ്പേഴ്സ് സ്ഥാനാർത്ഥികളായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ന്യൂയോർക്കിൽ ഒരു എലക്ഷൻ വന്നേക്കാൻ സാധ്യത ഉള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 3 സ്ഥാനാർത്ഥികളുണ്ട് ന്യൂയോർക്കിൽ മെട്രോ റീജിയനിൽ. അതിലൊന്ന് ഞാനാണ്. എൻ്റെ പേര് ഷാജി മാത്യു. ഞാൻ കേരള കൾച്ചറൽ അസോസിയേഷനിലെ ഒരു പഴയകാല മെമ്പറാണ്. 22 വർഷമായിട്ട് ഞാൻ ന്യൂയോർക്ക് സിറ്റി ഫയർ ഡിപ്പാർട്ട്മെൻറ്റിൽ എൻജിനീയറിംഗ് ഡിവിഷനിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരു ഭാര്യയും 2 കുഞ്ഞുങ്ങളും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏത് പാനൽ ജയിച്ചാലും ആര് പ്രസിഡൻ്റായിട്ട് മുന്നോട്ട് വന്നാലും അവരുടെ കൂടെ ഞാൻ സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരുന്നു. താങ്ക് യു. സഹകരിക്കുന്ന ഒരു ഭാര്യ മാത്രമേ ഉള്ളൂ അതോ? ഓക്കെ. ഗുഡ് ഈവനിങ് എവരിബഡി. എല്ലാ പ്രസിഡന്റ് കാൻഡിഡേറ്റ്സ്, സെക്രട്ടറി കാൻഡിഡേറ്റ്സ്, അങ്ങനെ ഒരുപാട് കാൻഡിഡേറ്റ്സ് കൂടിയിരിക്കുന്ന ഈ ഫോമയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സന്നിഹിതരായിരിക്കുന്ന അവർ വളരെ താല്പര്യം കാണിക്കുന്ന ഒരു കൂട്ടരാണല്ലോ. വോട്ട് വന്നാലും ഞാൻ നിൽക്കും എന്ന് പറയുന്നത് ഫോമയുടെ വളർച്ചയ്ക്ക് വേണ്ട ആവശ്യമുള്ള സംഗതികൾ നൽകുവാനാണ്. നമ്മുടെ ഇപ്പോൾ ഈ എൻ്റെ അഭിപ്രായത്തിൽ ഫോമ എവറി ഇയർ അല്പം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷത്തെ പ്രവർത്തനങ്ങളും വളരെയധികം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത് പ്രസിഡന്റ്, സെക്രട്ടറി,
ട്രഷറർ, ഈ കാൻഡിഡേറ്റ്സ് ഇതിൽ കൂടുതൽ പ്രവർത്തിക്കാൻ താല്പര്യം കാണിക്കുന്ന ആളാണ് നമ്മൾ അങ്ങനെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അതുകൊണ്ട് ഈ താല്പര്യമുള്ളവരെ പ്രവർത്തിക്കാൻ നമ്മുടെ അറിവനുസരിച്ച് കഴിവുണ്ട് എന്നുള്ളവർക്ക് വോട്ട് ചെയ്ത് അവരെ പ്രൊമോട്ട് ചെയ്ത് അവരുടെ പ്രവർത്തനങ്ങൾ നമ്മൾ കാണുകയും അനുഭവിക്കുകയും ചെയ്യണം. ഞാൻ ന്യൂയോർക്ക് എംപയർ റീജിയൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. ഞങ്ങളുടെ റീജിയനിൽ 7 അസോസിയേഷൻസാണ്. ഞാൻ ഈ പ്രാവശ്യം ഈ കമ്മിങ് ഇലക്ഷന് നാഷണൽ കമ്മിറ്റിയിലേക്ക് നിൽക്കുന്നു. ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത് മത്സരിക്കാനല്ല ഞാൻ തയ്യാറായത്, പക്ഷേ അത് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പം മത്സരം വന്നിരിക്കുകയാണ്. എൻ്റെ മോട്ടോ എന്ന് പറയുന്നത്, ഏത് പ്രസിഡൻറ്റും ഏത് സെക്രട്ടറിയും അവർക്കൊരു അജണ്ട ഉണ്ടല്ലോ. ആ അജണ്ട അനുസരിച്ച് പ്രവർത്തിക്കാൻ എനിക്ക് വളരെ താല്പര്യമുണ്ട്. അത് ഇനി കമ്മിറ്റി മീറ്റിംഗ് വേറെ ഏത് സ്റ്റേറ്റിൽ പോയാലും അവിടെ ഞാൻ പോകും. എല്ലാ കേരള കൺവെൻഷനും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും അങ്ങനെ തന്നെ തുടരാനാണ് താല്പര്യം. പിന്നെ എൻ്റെ പ്രവർത്തനം ഫോമയ്ക്ക് ഒരിക്കലും നഷ്ടമായി തരില്ല, അല്പമെങ്കിലും നല്ലതായി തീരും. അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം, വോട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഹലോ, നമസ്കാരം. പ്രസിഡന്റ്, സെക്രട്ടറി തുടങ്ങിയവർക്കൊക്കെ നയപരമായ ഒട്ടേറെ കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് സ്ഥാനാർത്ഥികൾ ചുരുക്കി വേണം കാര്യങ്ങൾ പറയാൻ. ആരാണവർ, ഏത് സംഘടനയെ പ്രതിനിധീകരിക്കുന്നു, ഏത് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു? നമസ്കാരം. എൻ്റെ പേര് തോമസ് കെ ജോർജ്, അല്ലെങ്കിൽ റെജി എന്നെല്ലാവരും അറിയുന്നത്. കഴിഞ്ഞ 8 വർഷത്തിന് ഫോമ തുടങ്ങിയ കാലം തൊട്ട് ഞാൻ അതിന് മെമ്പറാണ്. പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ നാഷണൽ കമ്മിറ്റിയിലേക്ക് മത്സരിക്കുന്നത്. ഞാൻ റോമയെ പ്രതിനിധീകരിക്കുന്നു, ന്യൂയോർക്ക് എംപയർ റീജിയനിൽ. താങ്ക് യു. ഗുഡ് ഈവനിങ്. നമസ്കാരം. എൻ്റെ പേര് ജോഫ്രിൻ ജോസ്. യോങ്കേസ് മലയാളി അസോസിയേഷനിൽ നിന്നും ജോയിൻറ്റ് ട്രഷറർ പൊസിഷനോടാണ് മത്സരിക്കുന്നത്. പ്രത്യേകിച്ച് വാഗ്ദാനങ്ങൾ നൽകാൻ പറ്റിയൊരു പൊസിഷനല്ല, ജോയിൻറ്റ് ട്രഷറർ പൊസിഷനാണ്. പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം 100% ആത്മബോധത്തോടും സത്യസന്ധതയോടും കൂടി പ്രവർത്തിക്കും എന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. അതോടൊപ്പം എൻ്റെ എല്ലാവരും സഹായ സഹകരണങ്ങളും വോട്ട് നൽകി വിജയിക്കുമെന്ന് അഭ്യർത്ഥന നൽകുന്നു. വിൻസെന്റ് ബോസ് വൈസ് പ്രസിഡന്റായിട്ട് മത്സരിക്കുന്നത് അല്ലേ? വിൻസെന്റ് ബോസ് ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ഒരാളാണല്ലോ. ഫോമായി ഒരു ചാരിറ്റി പ്രവർത്തനങ്ങളുണ്ട്, ഫോമ സംഘടനയാണ്. ഇത് രണ്ടും കൂടെ കൂടി യോജിപ്പിക്കുകയോ അതെന്താണ് താങ്കളും പ്രത്യേക പരിപാടികളോ ഉണ്ടോ? എൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങളെ കുറിച്ച് എനിക്ക് വിശദമായിട്ട് പറയാൻ ആഗ്രഹമില്ല. വേറെ ഒന്നുമല്ല, അതെൻ്റെ സ്വന്തമായ ഒരു കാര്യമാണ്. അത് ഒരു പബ്ലിക്കായ ഒരു ഇതിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് അതിൽ കൂടി എന്തെങ്കിലും നേട്ടങ്ങൾ നേടുന്ന ആഗ്രഹം. അതുകൊണ്ട് പക്ഷേ ഫോമയിൽ എന്തെങ്കിലും രീതിയിൽ ചാരിറ്റി ആയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുൻതൂക്കം കൊടുത്ത് അതിലേക്ക് കാര്യമായ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥയിൽ എനിക്ക് നാട്ടിലാരും ബന്ധുക്കളാരും ഇല്ല. ഇപ്പോൾ ഞങ്ങൾ പല തീരുമാനങ്ങളും എൻ്റെ വീട്ടിലുള്ളവരെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കാലത്ത് ജീവിക്കുമ്പോൾ നമുക്ക് അധികം പണത്തിൻ്റെയോ ഇതിൻ്റെ ആവശ്യമില്ല. ഹൗ മച്ച് വി ക്യാൻ ഈറ്റ്, നമുക്ക് കൂടി വന്ന 2 പ്ലേറ്റ് ചോറുണ്ടാൻ പറ്റും. അത് കഴിഞ്ഞ് ബാക്കിയുള്ള വേസ്റ്റ്. സോ പ്രാക്ടിക്കലി വി ഡോണ്ട് നീഡ് ലോട്ട് ഓഫ് മണി or anything. ആഫ്റ്റർ ഓൾ വി ഓൾ ഗോ സം പ്ലേസ് ആഫ്റ്റർ എ വൈൽ, റൈറ്റ്? സോ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളോട് ഒത്തു ജീവിക്കുന്ന അല്ലെങ്കിൽ ക്ലേശത അനുഭവിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, അവർക്ക് ഒരു സഹായം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, അത് വളരെ കൃത്യമായ രീതിയിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എനിക്കത് വളരെ സന്തോഷവും ഒരു മറ്റുള്ളവർ വരുന്ന പ്രയാസങ്ങളിൽ എൻ്റെ പ്രയാസമാണ് കാണാൻ തോന്നുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ എൻ്റെ കാര്യങ്ങളെ പ്രത്യേകം വളരെ ചിലർക്ക് അറിയാം. എന്നെക്കൊണ്ട് പറ്റുന്നതുപോലെ മാക്സിമം ഞാൻ ഫോമയിലും ചാരിറ്റി വർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം എന്ന വാഗ്ദാനങ്ങൾ കൂടെയുണ്ട്. ഞാൻ ആദ്യം ഇവിടെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഞാൻ
ഒരു വൈസ് പ്രസിഡന്റ് കാൻഡിഡേറ്റ് കൂടിയാണ് എന്ന് പറയാൻ മറന്നുപോയി. വേറെ ഒന്നുകൊണ്ടല്ല, എനിക്ക് നിങ്ങളിൽ ഒരാളായിട്ട് മാത്രമേ എനിക്ക് എന്നെ കാണാൻ സാധിക്കുന്നുള്ളൂ. അല്ലാതെ എന്നെ കൊണ്ട് ആന പിടിക്കുന്ന പോലെ ഒരു വലിയ തടി മറിക്കാമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കൂട്ടായ ഒരു സംരംഭത്തിലൂടെ നമ്മൾക്ക് എന്തും അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ആത്മവിശ്വാസം. 30 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എത്തിച്ചേർന്നതാണ്. ഇന്ന് ഇവിടെ നിങ്ങളുടെ ഒപ്പം ഇരിക്കാൻ സാധിക്കുന്നു. That's all. Thank you. രണ്ട് മൂന്ന് ചോദ്യങ്ങളാണ് എനിക്ക് ചോദിക്കാറുള്ളത്. ഒന്ന്, ഇത്രയൊക്കെ കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനിയും പിന്മാറാൻ താല്പര്യമുള്ള ആരൊക്കെ ഉണ്ട്? ആരെങ്കിലും ഒക്കെ പിന്മാറും? അതെ അതെ, ലിഖിനോട് മാത്രമല്ല എല്ലാവരും കൂടിയാണ് ചോദിക്കുന്നത്. ആർക്കെങ്കിലും ഒക്കെ മറ്റുള്ളവരുടെ കാര്യത്തിൽ എനിക്കറിയത്തില്ല. എൻ്റെ കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരാം. ഞാൻ അടുത്ത 2 വർഷത്തേന് ഫോമെ സേവിക്കാൻ വേണ്ടി മനസ്സ് വെൽ പ്ലാനിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പിന്മാറത്തില്ല. അടുത്ത ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ കഴിഞ്ഞ തവണ ഇപ്പം സെക്കൻഡ് സ്ഥാനത്തേക്ക് മത്സരിച്ച ആളുകൾ ഇലക്ഷനിൽ തോറ്റു കഴിഞ്ഞതിന് ശേഷം പിന്നെ അവരെ ആ വഴി കേട്ടിട്ടില്ല. ഇപ്രാവശ്യം ഇലക്ഷനിൽ നിങ്ങളോട് രണ്ടുപേരോട് ചോദിക്കുന്നത്, ലിഖിനോടും തോമസ് ട്യൂമനോടും, സപ്പോസ് ഇലക്ഷൻ അങ്ങ് തോറ്റു, നിങ്ങളുടെ പ്രതികരണം എന്തായാലും? അല്ലല്ല, എന്നെപ്പറ്റി അറിയാമായിരുന്നുവെങ്കിൽ ആ ചോദ്യം ചോദിക്കുന്നില്ല. കാരണം ഞാൻ എപ്പോഴും തോൽവിയെ മുമ്പിൽ കണ്ടുകൊണ്ട് മത്സരിക്കുന്ന കാൻഡിഡേറ്റാണ്. അതുകൊണ്ട് തോറ്റുപോയാൽ എനിക്ക് നഷ്ടപ്പെടുവാനൊന്നുമില്ല. പക്ഷേ ഫോമയ്ക്ക് വേണ്ടി, ഫോമയുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ എപ്പോഴും നിലനിൽക്കുന്നതായിരിക്കും. അത് ഓൾറെഡി ഞാൻ ആനന്ദനോടും ഷാജി ഇടുവയുടെ വിദ്യാർത്ഥികളാണ് അവർ രണ്ടുപേരോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തിന് ഒരുപെട്ടിറങ്ങുമ്പോൾ 2 ഓപ്ഷനുണ്ട്. ഒന്ന്, ആ കാര്യം സാധിക്കും, ഇല്ലെങ്കിൽ ആ കാര്യം സാധിക്കത്തില്ല. തെരഞ്ഞെടുപ്പിനും 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ വിജയിക്കും, ഇല്ലെങ്കിൽ പരാജയപ്പെടും. ഡ്രോ ആകുന്നൊരു പരിപാടി സാധാരണഗതിയിൽ അത് ഫ്ലോറിഡയിലെ പണ്ടത്തെ ബുഷ് ഇഷ്യൂ അല്ല. എനിവേ, ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന വ്യക്തി ആദ്യം പഠിക്കേണ്ടത് പരാജയപ്പെടും എന്നുള്ള, പരാജയപ്പെട്ടാൽ അത് അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള വിശ്വാസം. There is always a possibility of losing. So be prepared to lose when you contest in an election. അല്ലാതെ ജയിക്കാനായിട്ട് ഞാൻ മത്സരിക്കാന്ന് പറഞ്ഞ് തോറ്റുപോയി കഴിയുമ്പോൾ ആകെ മനപ്രയാസമാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നവന് സന്തോഷവും തോക്കുന്നവന് വിഷമവും സ്വാഭാവികമായിട്ടുണ്ടാകും. ആ വിഷമം ഒരു ജീവിതത്തിലെ പരാജയമായിട്ട് മാറാതിരിക്കാനായിട്ട് സൂക്ഷിക്കണം, അത്രമാത്രം. ഇത് പ്രസ് ക്ലബിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. കൺവെൻഷൻ്റെ കാര്യവും സാമ്പത്തികമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്തൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ജെയിംസ് ലിക്കൻ പറഞ്ഞൊരു കാര്യം, തോമസ് ടി ഉമ്മൻ അല്ല, അതിനേക്കാൾ വലിയ ഉമ്മൻ വന്നാലും നിർത്തേണ്ടടുത്ത് നിർത്തും, അതിന് സന്തോഷമുണ്ട്. പക്ഷേ ഒരു മറുചോദ്യമുള്ളത്, 58 അംഗസംഘടനകൾ ഫോമായി ഇന്ന് വാസ്തവത്തിൽ പ്രവർത്തിക്കുന്നത് 10-15 മാത്രമാണ്. വളരെയേറെ സംഘടനകൾ കടലാസ് സംഘടനകളാണ്, ചിലതൊക്കെ വ്യക്തി സംഘടനകളും. ഈ സംഘടനകളെ പ്രവർത്തിപ്പിക്കാൻ എന്തുണ്ട് പരിപാടി? 1. 2, ഫോമയ്ക്ക് സംഘടനകളില്ലാത്ത ഒട്ടേറെ സംസ്ഥാനങ്ങളുണ്ട്. ഈ ഉള്ള 58 സംഘടനകളും ന്യൂയോർക്കിൽ തന്നെ 16 എണ്ണമുണ്ട്, ഷിക്കാഗോ, ഫ്ലോറിഡ തുടങ്ങിയ ഒതുങ്ങി നിൽക്കുന്നു. മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് സംഘടനയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ എന്താണ് മാർഗം? ഒരു ചോദ്യവും കൂടി ഒന്നിച്ച് പറയാവുന്നതാണ്. അതുകൊണ്ടാണ് 26-27 അംഗങ്ങളുണ്ട് ഇന്നിപ്പോൾ ഫോമയുടെ സജീവ പ്രവർത്തകരായിട്ട്, പ്രസിഡന്റ് സെക്രട്ടറി മുതൽ ഇങ്ങോട്ട് റീജിയണൽ വൈസ് പ്രസിഡന്റുമാർ വരെ. ഒരു ചെറിയ ചുമതലയുള്ള ഞാൻ ഇവരിൽ പലരെയും വിളിച്ചു നോക്കി. സത്യം പറയട്ടെ, ദയനീയമായിരുന്നവരുടെ മറുപടികൾ.
സ്വന്തം കീഴിൽ എത്ര സംഘടനകളുണ്ടെന്ന് അറിയാൻ പാടില്ലാത്ത റീജിയണൽ വൈസ് പ്രസിഡന്റുമാരുന്നുണ്ട്. ഇത്തരം സംഘടനാ പ്രവർത്തകരെ ഒരൊറ്റ മീറ്റിങ്ങിൽ പോലും പങ്കെടുക്കാത്ത നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാരുണ്ട് ഇന്നും. ഇത്തരം പ്രവർത്തനരഹിതമായ അംഗങ്ങളെ നിങ്ങൾ സംഘടനയിൽ എങ്ങനെ കൈകാര്യം ചെയ്യും, പ്രവർത്തിപ്പിക്കും? താങ്ക് യു സാർ. നമുക്ക് സാർ പറഞ്ഞത് ശരിയാണ്. 58 അംഗ സംഘടനകൾ ഉണ്ടെങ്കിലും ഒരു 30-35 സംഘടനകളെ ശക്തമായ രീതിയിൽ ഫോമയ്ക്ക് വേണ്ടി നിലനിൽക്കുന്നുള്ളൂ. പിന്നെ ബാക്കിയുള്ള സംഘടനകൾ ഒന്നിലെ ഒരു രീതിയിൽ ഒന്നുകിൽ ഇലക്ഷന് വേണ്ടിയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രഷർ മുഖേനയോ വരുന്നൊരു സംഘടനയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നമുക്ക് ചെയ്യുവാൻ പറ്റുന്നത് അംഗസംഘടനകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ പോവുകയും അവരുടെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ എന്താണ് നമ്മൾ പഠിക്കുകയും ചെയ്ത് ഫോമയെ പറ്റിയുള്ള ഐഡിയാസും അല്ലെങ്കിൽ ഫോമ എന്തിനു വേണ്ടി നിലനിൽക്കുന്നു, ജനങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്നു എന്ന ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ മുമ്പോട്ട് വരും. പിന്നെ സാർ പറഞ്ഞതുപോലെ ഇതിനകത്ത് RVPമാർ എത്ര സംഘടനകൾ അവരുടെ റീജിയനിലുണ്ട് എന്നറിയാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർ ഫോമയ്ക്ക് വേണ്ടി വന്ന ഒരു RVP അല്ല. അവർ വന്നത് ഒന്നെങ്കിൽ ഒരു ഗ്രൂപ്പിന് വേണ്ടിയോ അല്ലെങ്കിൽ പേരെടുക്കാൻ വേണ്ടിയോ മാത്രം വന്നൊരു RVP ആണ്. അങ്ങനെ ഒരു RVP നമുക്കുണ്ടായാൽ യാതൊരു പ്രയോജനവുമില്ല. RVP മാത്രമല്ല, ഒരു നാഷണൽ കമ്മിറ്റി മെമ്പറാണെങ്കിൽ പോലും മീറ്റിംഗ് വരികയും ഫോമയുടെ പദ്ധതികൾ എന്തുവാന്ന് മനസ്സിലാക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രമേ ഫോമ മുമ്പോട്ട് പോകത്തുള്ളൂ. അതുകൊണ്ട് ദയവേത് ഞാൻ പറയുകയാണ്, RVP ആയാലും നാഷണൽ കമ്മിറ്റി മെമ്പർ ആയാലും ഏത് പൊസിഷനിൽ വന്നാലും തീർച്ചയായിട്ടും ഫോമെ സേവിക്കുവാനും അതിന് സമയം കണ്ടെത്തുവാനും അതിന് മുമ്പ് പറഞ്ഞ പോലെ സാമ്പത്തിക രീതിയിൽ ഇപ്പം ഇതായാലും പ്ലെയിൻ ടിക്കറ്റ് എടുത്തു കൊടുക്കുകയൊന്നും ചെയ്യുന്നില്ല. സാമ്പത്തിക രീതിയിലും ഉള്ള എന്ന് പറഞ്ഞാൽ സാമ്പത്തികം ഇല്ലാത്തവർ പൊതുരംഗത്തുനിന്ന് മാറി നിൽക്കണം എന്നല്ല എൻ്റെ അർത്ഥം. പക്ഷേ ഫോമയിൽ പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ പ്ലെയിൻ ടിക്കറ്റ് ഉൾപ്പെടെ എടുത്തു വരാൻ തയ്യാറുള്ളവരായിട്ട് വരണം. അതല്ലാന്നുണ്ട് അതിനപ്പുറം സാറ് പറഞ്ഞതിന് എന്ത് ചെയ്യുവാൻ സാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ബൈലോയിൽ എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് വരും. കാരണം ഒരു പ്രസിഡന്റോ അല്ലെങ്കിൽ ഏതൊരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ബൈലോയിൽ അത് ആഡ് ചെയ്യാം. ഒരു നിക്ഷിപ്ത, അതായത് 2-3 മീറ്റിങ്ങുകളിൽ അടുപ്പിച്ച് വരാതിരിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെതായ കാരണങ്ങൾ ബോധ്യപ്പെടുത്താതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയെ നാഷണൽ കമ്മിറ്റി മെമ്പർ സ്ഥാനത്തു നിന്നോ അല്ലെങ്കിൽ RVP സ്ഥാനത്തു നിന്നോ മാറ്റുവാനുള്ള ഒരു ബൈലോ ചേഞ്ചസ് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ജയമാതി സാറിൻ്റെ ചോദ്യത്തിൻ്റെ പിന്നിലെ വേദനയും സന്ദേഹവും മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഈ വലിയ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ ഒരു ആചാര്യനെ പോലെ അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ജയമാതി സാർ. ആ ചോദ്യത്തെ സംബന്ധിച്ച് എൻ്റെ പ്രതികരണം ഇപ്പോഴെങ്കിലും സഹകരിക്കുന്നതിനും ഞങ്ങൾ ഇതിൻ്റെ നേതൃത്വത്തിലേക്ക് വരുന്നതായ വേളയിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് റീജിയണൽ പ്രോഗ്രാംസ് ശക്തിപ്പെടുത്തുക, അംഗസംഘടനകളെ ശക്തിപ്പെടുത്തുക, സമയബന്ധിതമായിട്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുക. ഒരു വർഷം 2-3 പ്രോഗ്രാംസ് എങ്കിലും അംഗസംഘടനകൾ നടത്തിയിരിക്കണമെന്ന് നിഷ്കർഷിക്കുക. അതിൻ്റെ റിപ്പോർട്ടുകൾ ഫോമയുടെ ന്യൂസിൽ കൂടി പരസ്യപ്പെടുത്തുക. അങ്ങനെ സമയബന്ധിതമായിട്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്ത് റീജിയണൽ കമ്മിറ്റിയിൽ കൂടി അംഗസംഘടനകളിലേക്ക് വ്യാപിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊണ്ട് തരികയാണ്. കാരണം നിങ്ങൾക്കെല്ലാം അറിയാം, കഴിഞ്ഞ പ്രാവശ്യം ഫോമയുടെ കൺവെൻഷൻ നടന്നത് ഷിപ്പിലാണ്. നമുക്കവിടെ പ്രായോഗികമായ പല ബുദ്ധിമുട്ടുകളും ചില റീജിയനുകളിൽ നിന്ന് ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നതിലുണ്ടായി. അതൊരു സത്യമാണ്, അതൊരു യാഥാർത്ഥ്യമാണത് മനസ്സിലാക്കണം. കാരണം ആ ഷിപ്പിലേക്ക് വന്നവർ മാത്രമേ അവിടെ പ്രാതിനിധ്യം കിട്ടിയുള്ളൂ. അതൊരു നല്ല സത്യമാണ്. തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഈ പ്രാവശ്യം ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കുന്നവരെയാണ് നമ്മൾ ഈ പ്രാവശ്യം തിരഞ്ഞെടുക്കുന്നുള്ളൂ എന്നുള്ളതും ഞാൻ ഓർത്തു തരികയാണ്. ഒരു സെക്കൻഡ്, ആ ക്വസ്റ്റ്യൻ ഒരു വൈസ് പ്രസിഡന്റ് എന്നുള്ളതിനൊരു ആൻസർ പറയാൻ പറ്റുമെങ്കിൽ, ഞാൻ ഇപ്പം 6 വർഷമായിട്ട് ഇത് തുടങ്ങി ഇതിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ ഫോമയുടെ പ്രവർത്തനങ്ങൾ. അപ്പം നമ്മുടെ ഈ ഒരു കൺവെൻഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി, അതൊരു ഏറ്റവും കൂടുതൽ എഫർട്ട് ആവശ്യമുള്ള, ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷറും എല്ലാം വളരെ ഫോക്കസ്ഡ് ആവുന്ന ഒരു കാര്യമാണ്.
അപ്പോൾ ഈ അംഗസംഘടനകൾക്ക് വാല്യൂ ആഡ് ചെയ്യുന്ന പ്രോഗ്രാംസ്, ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഗ്രാൻഡ് കാനിയൻ യൂണിവേഴ്സിറ്റി പ്രോഗ്രാം, അങ്ങനത്തെ പ്രോഗ്രാംസിൽ കൂടിയേ ഈ ആൾക്കാരുടെ ഇടയിലോട്ട് നമുക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുള്ളൂ. അതല്ലാതെ ആൾക്കാരോട് നിങ്ങളിങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ആൾക്കാർ ചെയ്യാൻ പോകുന്നില്ല. സോ അങ്ങനെ വാല്യൂ ആഡ് ചെയ്യുന്ന പ്രോഗ്രാംസ് ചെയ്യാനായിട്ട് സാധാരണഗതിയിൽ ഈ ചുരുങ്ങിയ 2 വർഷത്തെ കാലയളവിനുള്ളിൽ ഒരു പ്രസിഡന്റും സെക്രട്ടറിക്കും ട്രഷറർക്കും സമയം കിട്ടാറില്ല. അതുകൊണ്ടാണ് ഒരു വൈസ് പ്രസിഡന്റും ജോയിന്റ് സെക്രട്ടറിയും ജോയിന്റ് ട്രഷറും എല്ലാം കഴിവുള്ളവരാവുന്നതും അംഗസംഘടനകളുടെ പ്രവർത്തനങ്ങൾ അങ്ങനത്തെ ആൾക്കാരെ ഏൽപ്പിച്ച്, അങ്ങനത്തെ മെമ്പേഴ്സിനെ ഏൽപ്പിച്ച് അത് സ്ട്രോങ് ആക്കേണ്ടത്. ഒരു ഒരൊറ്റ ചോദ്യം കൂടെ. ഈ ഇല്ലല്ല, ഒരൊറ്റ കാര്യം കൂടെ ചോദിക്കാനുള്ളത്, ഇപ്പൊ പാനലില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ എങ്കിലും നിങ്ങൾക്കെല്ലാം പാനലുണ്ടെന്ന് നിങ്ങളൊക്കെ എവിടെയൊക്കെയാണ് നിൽക്കുന്നതെന്നും ഞങ്ങൾക്കൊരു ധാരണയുണ്ട്. അപ്പൊ ആ ധാരണയ്ക്ക് വല്ല അടിസ്ഥാനമുണ്ടോ? വാസ്തവം പറഞ്ഞാൽ അതൊരു എന്താ പറയാ, ഉണ്ടായിട്ടും ഇല്ല എന്ന് പറഞ്ഞ് പൊതുവെ ഒരു ധാരണ മാത്രം സൃഷ്ടിക്കുന്നു, അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ? ബഹുമാനപ്പെട്ട ജോർജ് ജോസഫിൻ്റെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. താങ്ക് യു. ഞങ്ങൾ നേരത്തെ ഇതിനെ സംബന്ധിച്ച് ഒരു ചെറിയ വിശദീകരണം നൽകിയായിരുന്നു. സമാന ചിന്താഗതിയുള്ള സ്ഥാനാർത്ഥികൾ ഒരുമയോടുകൂടി പ്രവർത്തിക്കുക. അത് പാനലാണെന്ന് ഒരു പേര് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ ഞങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്നോട് അല്ലെങ്കിൽ ഇല്ലിക്കലിനോട് ചേർന്ന് ഞങ്ങളുടെ ആശയഗതിയോട് ചേർന്ന് പൊരുത്തപ്പെട്ട് പ്രവർത്തിക്കുവാൻ ചിലർ മുന്നോട്ട് വരുമ്പോൾ അവരെ കൂടെ സഹകരിപ്പിച്ച് കുറച്ചുകൂടെ ശക്തിയോടെ മുന്നോട്ട് പ്രവർത്തിച്ചു പോവുക എന്നുള്ളൊരു തീരുമാനമാണ് എന്നെ സംബന്ധിച്ചുള്ളത്. അതുതന്നെയാണ് മിസ്റ്റർ ഇല്ലിക്കലിനെ സംബന്ധിച്ചുള്ളതെന്നുമാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. അതിന് ഒരു ഉത്തരം കൂടെ തരികയാണ്. കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു, പാനലായിട്ട് ഇതിനകത്തില്ല, അങ്ങനെ ഒരു വേർഡ് ഉപയോഗിക്കാൻ പറ്റത്ത പോലുമില്ല. അതായത് ഈ ഫോമയുടെ പ്രസിഡന്റായിട്ട് ഞാൻ വരികയാണെങ്കിൽ, അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാകുകയാണെങ്കിൽ, ഞാൻ ഇവരോട് എല്ലാവരുടെയും എൻ്റെ ആശയങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ആ ആശയവുമായിട്ട് പൊരുത്തപ്പെട്ടു മുമ്പോട്ട് പോകാൻ തയ്യാറുള്ളവർ ഇന്നത്തെ മീറ്റിംഗ് വരണമെന്ന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാവരും ആ ഒരൊറ്റ ക്ഷണം സ്വീകരിച്ച് വന്നവരാണ്. അതുകൊണ്ട് ഇതിൽ ആര് ജയിച്ചു വന്നാലും, ഇനിയിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു കാൻഡിഡേറ്റ് അല്ല, ഒരു തേർഡ് കാൻഡിഡേറ്റ് ജയിച്ചു വന്നാലും തീർച്ചയായിട്ടും ഒന്നിച്ച് ഒരുമയോട് കൂടി തന്നെ മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കും. എൻ്റെ പേര് മോഹൻ മാവുങ്കൽ. 30 വർഷമായിട്ട് ബാൽറ്റിമോറിൽ പ്രവർത്തിക്കുന്നു. 28 വയസ്സ് പ്രായമുള്ള കൈരളി ഓഫ് ബാൽറ്റിമോറിലെ സജീവ പ്രവർത്തകനാണ്. അനേക പ്രാവശ്യം സെക്രട്ടറി ആയിരുന്നു. ഏറ്റവും കൂടുതൽ കാലം 3 വർഷത്തോളം കൈരളിയുടെ പ്രസിഡൻ്റായിരുന്നു. അതിനുശേഷം കൈരളിയുടെ സ്ഥിരം കമ്മിറ്റി മെമ്പറായി, അഡ്വൈസറി ബോർഡിൻ്റെ ചെയർമാനായി 2-3 വർഷം. ഞാൻ നാഷണൽ കമ്മിറ്റിയിലേക്ക് മത്സരിക്കുന്നു. ദയവായി നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എനിക്ക് തരിക. നന്ദി. ഞങ്ങളെ ഈ ഭക്ഷണ ചോദ്യങ്ങൾ ചോദിച്ചു. ചിലപ്പം ഇഷ്ടപ്പെട്ട് കാണുന്നതായിരിക്കും, ചിലപ്പം ഇതായിട്ടുള്ള പലതും വന്നായിരിക്കും. ഞങ്ങളെ കയറി വന്നപ്പോഴത്തേക്കും പ്രസ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഒരു ജനങ്ങളുടെ പ്രതികരണത്തിൻ്റെ ഒരു ഇതാണല്ലോ, ഒരാളുടെ കൺസേൺ നിങ്ങളെ ബോധിപ്പിക്കുക. ഈ നമ്മുടെ സമുദായത്തിൻ്റെ റംസാൻ തുടങ്ങുന്ന സമയം വെള്ളിയാഴ്ച, ഇപ്പം ഹോമകർമ്മ ആരംഭിക്കുന്ന ആ സമയത്ത് അപ്പം അടുത്ത കൊല്ലം നിങ്ങൾ നടത്തുമ്പോഴത്തേക്കും ചെറിയ സമുദായമാണെങ്കിൽ തന്നെ അവരുടെ ആ കാര്യം കൺസിഡർ ചെയ്യണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ധരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ പാരായണമായിട്ട് വരികയാണെങ്കിൽ ഒരു മതത്തിൻ്റെ ആഘോഷ രംഗോത്സവത്തിൻ്റെ വർഷം തുടങ്ങുമ്പോഴത്തേക്കും നോയമ്പും കാര്യങ്ങളൊക്കെ നമുക്ക് വരാൻ പറ്റില്ല. അതൊന്ന് പരിഗണിക്കണമെന്ന് പറഞ്ഞു. ഇപ്രാവശ്യത്തെ ഹോമകർമ്മ സ്റ്റാർട്ട് ചെയ്യുന്നത് മുസ്ലിങ്ങളുടെ 3 ദിവസം തുടങ്ങുന്ന ദിവസം റംസാൻ തന്നെയാണ്. അപ്പോൾ അവർക്ക് പലർക്കും വരാൻ പറ്റില്ല, കൺവെൻഷൻ നോയമ്പാഴുണ്ട്. അപ്പോൾ അടുത്ത കൊല്ലം നിങ്ങൾ ഭാരവാഹികളാവുകയാണെങ്കിൽ അതൊന്ന് പരിഗണിക്കണം ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ധരിപ്പിച്ചു രാജ്യം പറഞ്ഞത് വളരെ വാലിഡ് വാലിഡ് ക്വസ്റ്റ്യൻ ആൻഡ് റെസ്പെക്ട് ഫോർ ബ്രിങ്ങിങ് ഇറ്റ് അപ്പ്. ഇതുപോലെയുള്ള നമ്മുടെ ആചാരങ്ങൾ, മതവിശ്വാസങ്ങൾ, അവയെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു സമയത്തിലാണ്, ഒരു സമയപരിധി നമുക്ക് നടത്തുന്ന ഡേറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റി വേറെ ദിവസമാണ്. താങ്ക് യു. ഇന്നത്തെ ഈ വിശദീകരണ യോഗം തന്നെ പറയട്ടെ, നമ്മൾ ഉപസംഹരിക്കാൻ പോവുകയാണ്. ഇതിൽ സംബന്ധിച്ച മുഴുവൻ പേർക്കും നന്ദി പറയാൻ
പ്രസ് ക്ലബിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമാൻ പ്രിൻസ്. ബഹുമാനപ്പെട്ട കാൻഡിഡേറ്റ്, ഇന്ത്യ പ്രസ് ക്ലബിനോട് നിങ്ങളുടെ സഹകരണം ഞങ്ങളെ വളരെയധികം സന്തോഷിച്ചു. ഇനിയും നിങ്ങളുടെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകളും നിങ്ങൾക്കുണ്ട്. നിങ്ങൾ വിജയിച്ചു വരട്ടെ. സന്തോഷം. താങ്ക് യു.